ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഖുർആൻ പഠന പരമ്പര തുടരുകയാണ്. ഞാൻ ഖുർആൻ പഠനത്തിനും ഇപ്പോൾ ഖുർആൻ ക്ലാസ്സിൽ റഫറൻസിനും പ്രധാനമായും അവലംബിച്ചു വരുന്ന പുസ്തകങ്ങളെ ഞാൻ ആദ്യം ഒന്നുകൂടെ പരിചയപ്പെടുത്താം. മുമ്പ് പറഞ്ഞതാണ് എങ്കിൽ കൂടി ഞാൻ ആദ്യമായി ഖുർആൻ വിശദമായി പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ച പുസ്തകം മുജാഹിദ് സെൻറ്ററിൽ നിന്നും പബ്ലിഷ് ചെയ്തിട്ടുള്ള വിശുദ്ധ ഖുർആൻ വിവരണം എന്ന ഈ ഗ്രന്ഥമാണ്. ഇതിൻ്റെ 4 വോളിയമാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത്. ഇത് ഞാൻ പ്രീ പബ്ലിക്കേഷൻ നിരക്കിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പണം മുടക്കി ഓരോ വോളിയവും പ്രസിദ്ധീകരിക്കുമ്പോൾ മുജാഹിദ് സെൻറ്ററിൽ നിന്ന് കത്ത് വരും. ആ കത്തുമായി പോയി അവിടുന്ന് ഓരോ വോളിയം മേടിച്ചു കൊണ്ടുവരും. അങ്ങനെ പല ഘട്ടങ്ങളിലായി 4 വോളിയം മേടിച്ചു. ആദ്യകാലത്ത് ഞാൻ ഖുർആൻ പഠനത്തിന് മുഖ്യമായും അവലംബിച്ചത് ഈ ബൃഹത്തായ പുസ്തകമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് മുജാഹിദ് വേർഷനാണ്. പിന്നെ സുന്നി വേർഷൻ എത്രത്തോളം വ്യത്യസ്തമാണ് എന്ന് അറിയാൻ വേണ്ടി കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇതുപോലെ 6 വോളിയം ഖുർആൻ വ്യാഖ്യാനം എന്ന് പറയുന്ന 6 വോളിയം ഗ്രന്ഥമാണ് പിന്നീട് വാങ്ങിയത്. അത് രണ്ടും താരതമ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, CN അഹമ്മദ് മൗലവിയാണ് കേരളത്തിൽ ആദ്യമായിട്ടൊരു ഖുർആൻ പരിഭാഷ ഇറക്കുന്നത്. അദ്ദേഹം അതിനകത്ത് അദ്ദേഹത്തിൻ്റേതായ ചില വ്യാഖ്യാന കസർത്തുകളൊക്കെ നടത്തിയിരിക്കുന്നു. അതിനെ വിമർശിക്കാൻ വേണ്ടിയാണ് ഈ മുജാഹിദ് വ്യാഖ്യാനവും സുന്നി വ്യാഖ്യാനവും പ്രധാനമായിട്ടും ഈ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഇത് രണ്ടും വായിച്ചപ്പോൾ മനസ്സിലായി. എന്നാൽ മുജാഹിദ് പ്രസിദ്ധീകരണത്തിന് ശേഷമാണ് സുന്നികളുടെ ഈ മലയാള തഫ്സീർ ഇവിടെ വരുന്നത്. സുന്നികളുടെ തഫ്സീർ വായിച്ചപ്പോൾ വേറൊരു കാര്യം മനസ്സിലായി. ഏതാണ്ട് ഈ മുജാഹിദ് തഫ്സീറിൻ്റെ ഈച്ച കോപ്പിയാണ്. അത് വാക്ക് പോലും വ്യത്യാസമില്ലാതെ അതേപടി പകർത്തി എഴുതിയതാണ് ഈ സുന്നികളുടെ തഫ്സീർ. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, മുജാഹിദുകൾ അവരുടെ തൗഹീദ് പറയാൻ വേണ്ടി സുന്നികളുടെ ശിർക്കിനെ പരിഹസിക്കാൻ വേണ്ടി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ഇതിൽ വ്യത്യസ്തമായ വ്യാഖ്യാനവും മറുപടിയും കൊടുത്തിട്ടുണ്ട്. കൂടെ ഈ CN അഹമ്മദ് മൗലവിയെ കുറ്റപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് രണ്ടും ഒഴിച്ചാൽ തഫ്സീറിൽ പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഈ രണ്ടിലും ഒരേ കാര്യങ്ങളാണ്. അതുകൊണ്ട് അമാനി മൗലവിയുടെ തഫ്സീർ വായിച്ചവർ പിന്നെ ഈ കൂറ്റനാടിൻ്റെ തഫ്സീർ വായിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. രണ്ടിലും വലിയ വ്യത്യാസങ്ങളില്ല. മൂന്നാമത് ഞാൻ ശേഖരിക്കുന്നത് നമ്മുടെ മൗദൂദി സാഹിബിൻ്റെ തഫ്ഹീമുൽ ഖുർആനാണ്. അതും ഇതുപോലെ 6 വോളിയമായിട്ട് വളരെ ബൃഹത്തായ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയാള ഭാഷയൊക്കെ വളരെ നല്ലതാണ്. കാരണം മലയാളത്തിൽ വളരെ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടാണത് ഉറുദുവിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചിട്ടുള്ളത്. അതാണ് മൗദൂദി തഫ്സീർ. മൗദൂദി തഫ്സീർ പിന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. മൗദൂദി തഫ്സീറിൽ പ്രധാനപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് മൗദൂദിയുടേതായ വായനയും മൗദൂദിയുടേതായ വ്യാഖ്യാനങ്ങളും അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തഫ്ഹീമുൽ ഖുർആനും കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കും. അതേസമയത്ത് മൗദൂദിയുടെ തരികിടകളും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മലയാളത്തിൽ ഈ 3 ഗ്രന്ഥങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഖുർആൻ പഠനത്തിനും ഇപ്പോൾ ഖുർആൻ ക്ലാസ് എടുക്കുന്നതിനും അവലംബമായിട്ട് എടുക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ നമുക്കൊരു സൗഭാഗ്യമുണ്ട്. ഇന്ന് ഇൻ്റർനെറ്റിൽ നമുക്ക് ഏറെക്കുറെ എല്ലാ തഫ്സീറുകളും ഇംഗ്ലീഷിലും പല ഭാഷകളിലും ലഭ്യമാണ്. മലയാളത്തിൽ അധികമില്ല എങ്കിലും മറ്റു ഭാഷകളിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട തഫ്സീറുകൾ ഇബ്നു കസീർ, ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ, ജലാലൈനിയുടെ തഫ്സീർ, അതുകൂടാതെ അസ്ബാബുൽ നുസൂൽ എന്ന് പറയുന്ന ഈ അവതരണ പശ്ചാത്തലം മാത്രം എടുത്ത് ഉദ്ധരിക്കുന്ന വാഹിദിയുടെ തഫ്സീർ. വാഹിദിയുടെ തഫ്സീറിൽ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം എല്ലാ ആയത്തുകൾക്കൊന്നും അതിൽ വ്യാഖ്യാനമില്ല. വളരെ കുറച്ച് ആയത്തുകൾക്ക് മാത്രമേ അതിൽ വ്യാഖ്യാനമുള്ളൂ. കാരണം എല്ലാ ആയത്തുകളുടെയും അവതരണ പശ്ചാത്തലം ലഭ്യമല്ലാത്തതുകൊണ്ട് കിട്ടിയത് മാത്രം വെച്ചിട്ടൊരു തഫ്സീർ തയ്യാറാക്കിയതാണ്. ഇതിനെയുമാണ് പ്രധാനമായിട്ട് ഞാൻ അവലംബിക്കുന്നത്. ഈ പറഞ്ഞ 4 ഇംഗ്ലീഷ് തഫ്സീറുകളും ഇബ്നു കസീർ കൂടാതെ മറ്റു 4 തഫ്സീറുകളും
ജോർദാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റായ altafsir.com അതിനകത്ത് ലഭ്യമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ സൂറത്തിൻ്റെ നമ്പർ കൊടുത്തിട്ട് ആ ആയത്തിൻ്റെ ഏത് തഫ്സീർ വേണമെങ്കിലും പെട്ടെന്ന് സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ സൗകര്യമുള്ള ഒരു വെബ്സൈറ്റാണ് altafsir.com. ഇത് ജോർദാൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു വെബ്സൈറ്റാണ്, വളരെ ആധികാരികമാണ് ഇതും. ഇത്രയും തഫ്സീറുകളെയാണ് ഞാനിപ്പോൾ ഈ ഖുർആൻ ക്ലാസ്സിന് വേണ്ടി അവലംബിക്കുന്നത്. ഞാനൊരു ക്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് ഞാൻ വായിക്കുന്ന എല്ലാ ആയത്തുകളുടെയും ഈ പറഞ്ഞ 5-6 തഫ്സീറുകളിലുള്ള വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ എൻ്റേതായ നിഗമനങ്ങൾ ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിൽ ഖുർആൻ വായനയിലുള്ള ഒരു പ്രത്യേക ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന തഫ്സീറുകളിലെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പല ആയത്തുകളെക്കുറിച്ചും വന്നിട്ടുള്ളത്. അതെല്ലാം കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഖുർആനിൽ ഉദ്ദേശിക്കുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ വരികൾക്കിടയിൽ വായിക്കേണ്ടതുണ്ട്. എന്താണ് വരികൾക്കിടയിലെ വായന എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം എടപ്പാളിലെ ഇഖ്റ എന്ന എൻ്റെ വിഷയാവതരണത്തിൽ പ്രധാനമായിട്ടും വിശദീകരിച്ചത്. വരികൾക്കിടയിൽ എങ്ങനെയാണ് ഖുർആൻ വായിക്കേണ്ടത് എന്ന് വിശദീകരിക്കാനായിട്ട് ഖുർആനിൽ നിന്നുള്ള ഒരു വളരെ വിവാദമായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട 2-3 ആയത്തുകളാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചത്. ആ ആയത്തുകളെക്കുറിച്ച് വിവിധ തഫ്സീറുകളിൽ വന്നിട്ടുള്ള വിവരണങ്ങളെല്ലാം വായിച്ചപ്പോൾ എല്ലാവരും നുണയാണ് പറയുന്നത് എന്ന് എനിക്ക് ബോധ്യമാവുകയും ഞാൻ അതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു വസ്തുത കണ്ടെത്തി എൻ്റേതായ ഒരു നിഗമനത്തിലെത്തുകയും ചെയ്തു. അതാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതേപോലെ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം തന്നെ വരികൾക്കിടയിൽ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ ഫുർഖാൻ എന്ന അധ്യായത്തിലെ 44 വാക്യങ്ങൾക്ക് ശേഷമുള്ള കുറച്ച് വാക്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മൗദൂദി തന്നെ ചില വാക്യങ്ങൾ വരികൾക്കിടയിൽ നിന്ന് വായിച്ചുകൊണ്ട് പുതിയ അർത്ഥം കണ്ടെത്തി പറയുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ അൽ ഫുർഖാൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് പോകാം. ഞാൻ അവസാനം വായിച്ചു നിർത്തിയത് 44-ാമത്തെ ആയത്താണ്. അതിങ്ങനെയായിരുന്നു: അതല്ല, അവരിൽ അധിക പേരും കേൾക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെന്നു താങ്കൾ വിചാരിക്കുന്നുവോ? അവർ നാൽക്കാലികളെപ്പോലെ തന്നെയാണ്, അല്ല അവരെക്കാളേറെ വഴിപിഴച്ചവരാണ്. ഇതെല്ലാം മക്കയിലെ ഖുറൈശികളെ ചീത്ത പറയുന്ന വാക്യങ്ങളാണ്. അതിൽ അവരെ കന്നുകാലികളോടും മറ്റും ഉപമിച്ചുകൊണ്ട് അതിനേക്കാൾ വഴിപിഴച്ചവരാണ് എന്ന് പറഞ്ഞൊക്കെ ചീത്ത വിളിക്കുകയാണ്. കാരണം മക്കയിലെ ഖുറൈശികൾ, അവരുടെ പ്രമാണിമാരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്നപ്പോൾ ആ നിരാശ പൂണ്ട മുഹമ്മദ് അവർക്കെതിരെ പുലഭ്യം പറയുന്നതാണ് ഖുർആനിലെ മക്കാ സൂറത്തുകളിൽ ഇതുവരെ നമ്മൾ വായിച്ച എല്ലാ ആയത്തുകളിലും ഉള്ളത്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പതിവ് പോലെ അള്ളാഹു ദൃഷ്ടാന്തം പറച്ചിലേക്ക് കടക്കുന്നതാണ് അടുത്ത ഭാഗം. ഇനി നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാം. അൽ ഫുർഖാനിലെ 45-ാമത്തെ വാക്യം: നിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് നീ ചിന്തിച്ച് നോക്കിയിട്ടില്ലേ? എങ്ങനെയാണ് അവൻ നിഴലിനെ നീട്ടിയത് എന്ന്. അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ അവൻ നിശ്ചലമാക്കുമായിരുന്നു. എന്നിട്ട് നാം സൂര്യനെ അതിന് തെളിവാക്കി. പിന്നീട് നമ്മുടെ അടുത്തേക്ക് നാം അതിനെ അല്പാൽപമായി പിടിച്ചെടുത്തു. അപ്പോൾ പതിവ് പോലെ കുറേ പയ്യാരം പറഞ്ഞ് കുറേ പുലഭ്യം പറഞ്ഞ് ഇനി ദൃഷ്ടാന്തം പറയുകയാണ്. ഇവിടെ ഖുർആനിലെ ദൃഷ്ടാന്തം പറച്ചിലുകളുടെ ഒരു സവിശേഷത, ഇന്നത്തെ ഖുർആൻ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഇസ്ലാം മത പ്രചാരകരോ ആരും തന്നെ ഖുർആനിലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം പറച്ചിലുകളെ നമുക്ക് ദൃഷ്ടാന്തം പറഞ്ഞു തരാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ്. മാത്രമല്ല, അവർ പുതിയ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഖുർആനിലോ ഹദീസിലോ ഒന്നും ഇല്ലാത്ത ആധുനിക കാലത്തെ മനുഷ്യൻ്റെ വിജ്ഞാനത്തിനൊപ്പിച്ച് പുതിയ ദൃഷ്ടാന്തങ്ങളാണ് ഇന്നത്തെ മതപ്രചാരകർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം ഖുർആനിലെ ദൃഷ്ടാന്തം പറച്ചിലുകളൊക്കെ ഇന്നത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞാൽ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പൊട്ടിച്ചിരിക്കും. അത്രയും ബാലിശമായിട്ടുള്ള വിവരക്കേടുകളും
വിഡ്ഢിത്തങ്ങളും 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ്റെ ജാഹിലിയത്തുകളുമാണ് ഇതിനകത്ത് ദൃഷ്ടാന്തങ്ങളായി പറഞ്ഞിട്ടുള്ളത്, വളരെ ബാലിശമായിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഇത്തരം ദൃഷ്ടാന്തങ്ങളെ ആധുനിക വ്യാഖ്യാതാക്കൾ പതുക്കെ മടക്കി വെച്ചിട്ട് അതിനെ വരികൾക്കിടയിൽ നിന്നൊക്കെ വായിച്ച് ആലങ്കാരിക അർത്ഥമൊക്കെ പറഞ്ഞ് വേറെന്തൊക്കെയോ ആക്കിയൊക്കെ മാറ്റിയതിൻ്റെ കോമഡി നമുക്കിവിടെ കാണാം. എന്താണ് ഇവിടെ ദൃഷ്ടാന്തമായിട്ട് ആദ്യം പറയുന്നത്? അള്ളാഹു നിഴലിനെ നീട്ടിയിരിക്കുന്നു. അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ അതിനെ ചുരുക്കി കൊണ്ടുവരുമായിരുന്നു, പിന്നെ അത് അവൻ്റെ അടുത്തേക്ക് പിടിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ അള്ളാഹു ഈ നിഴലിനെ നീട്ടിയിരിക്കുന്നത് എന്തിനാണ്? സൂര്യനെ പിന്നീട് തെളിവായിട്ട് കാണിക്കാനാണ്. അതിന് ഇബ്നു അബ്ബാസ് പറയുന്നത്, ദിസ് മീൻസ് എ ഗൈഡ് വിച്ച് കെയിം ആഫ്റ്റർ ഇറ്റ്. നിഴൽ വന്നതിന് ശേഷം നിഴലിനെ ഒരു ഗൈഡായിട്ട് സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നു, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ നിഴൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് നിഴൽ എന്ന് ഈ ഖുർആൻ അവതരിപ്പിച്ച വ്യക്തിക്ക് അറിയില്ലായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ വ്യാഖ്യാതാക്കൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ഇവിടെയാണ് മൗദൂദി വരികൾക്കിടയിലൊക്കെ വ്യാഖ്യാനിക്കാൻ പോയത്. കാരണം ഇത് യഥാർത്ഥ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും. നിഴൽ നീട്ടുന്നത് അള്ളാഹുവാണ്, നിഴൽ ചുരുക്കുന്നത് അള്ളാഹുവാണ്. വേണമെങ്കിൽ അള്ളാഹു വിചാരിച്ചാൽ നിഴലിനെ ഒരേ വലുപ്പത്തിൽ നിർത്താമായിരുന്നു. നിഴലിനെ നീട്ടിയിരിക്കുന്നത് പിന്നീട് സൂര്യൻ അതിന് തെളിവായിട്ട് കൊണ്ടുവരാനാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് നിഴൽ? സൂര്യനിൽ നിന്നാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. പകൽ നമ്മൾ വെയിൽ എന്ന് പറയുന്ന വെളിച്ചം സൂര്യനിൽ നിന്ന് വരുന്നു. ആ വെളിച്ചത്തിനെ ഏതെങ്കിലും ഒരു അതാര്യമായ ഒരു വസ്തു തടഞ്ഞു നിർത്തുമ്പോൾ ആ വസ്തുവിൻ്റെ മറുഭാഗത്ത് വെളിച്ചം തട്ടാത്ത ഭാഗത്ത് നമുക്ക് വെളിച്ചം ഇല്ലാത്ത ഭാഗവും വെളിച്ചമുള്ള ഭാഗവും വേർതിരിഞ്ഞ് കാണുന്നു. അതിലെ വെളിച്ചം ഇല്ലാത്ത ഭാഗത്തിനാണ് നമ്മൾ നിഴൽ എന്ന് പറയുന്നത്. അത് സൂര്യൻ ഭൂമിയെ അപേക്ഷിച്ച് സ്ഥാനം മാറുമ്പോൾ, അതായത് ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് സൂര്യൻ്റെ സ്ഥാനം ഭൂമിയിൽ മാറി മാറി വരുമ്പോൾ നിഴലിൻ്റെ നീളത്തിൽ വ്യത്യാസമുണ്ടാകും. കാരണം സൂര്യരശ്മികൾ ഭൂമിയിൽ വന്ന് പതിക്കുന്നതിൻ്റെ ആംഗിൾ വ്യത്യാസപ്പെടുന്നത് കൊണ്ട് നിഴലിൻ്റെ നീളം കൂടുകയും കുറയുകയും ചെയ്യുന്നു. സൂര്യൻ തലക്ക് മുകളിലാവുമ്പോൾ നട്ടുച്ചയ്ക്ക് നിഴലുകൾക്കെല്ലാം നീളം വളരെ കുറവായിരിക്കും. എന്നാൽ ഉദയസമയത്തും അസ്തമയ സമയത്തും അത് നീണ്ടു കിടക്കും. ഇതാണ് നിഴലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട് എന്ന് പോലും ഈ ഖുർആൻ എഴുതിയ പടച്ചോന് അറിയില്ലായിരുന്നു എന്ന് ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇവിടെ നിഴൽ എന്താണ് എന്ന് പോലും ഇത് പറഞ്ഞ വ്യക്തിക്ക്, അള്ളാഹു ആയാലും ശരി മുഹമ്മദ് ആയാലും ശരി, സ്കൂളിൽ പഠിക്കാത്തതുകൊണ്ട് രണ്ടുപേർക്കും അതിനെക്കുറിച്ചൊന്നും യാതൊരു ഗന്ധവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി മൗദൂദി എങ്ങനെയാണ് ഇതിനെ വരികൾക്കിടയിൽ വായിച്ചത് അതുകൂടെ ചേർന്ന് വായിച്ച് കേൾപ്പിക്കാം. മൗദൂദി അർത്ഥം കൊടുത്തിരിക്കുന്നത്, താങ്കൾ കണ്ടില്ലയോ താങ്കളുടെ റബ്ബ് നിഴലിനെ പരത്തിത്തരുന്നതെങ്ങനെയെന്ന്. അവിടെ സുന്നി തഫ്സീറിൽ നീട്ടലാണ്, ഇവിടെ പരത്തലാണ്. അവൻ ഉദ്ദേശിച്ചെങ്കിൽ അതിനെ നിശ്ചല നിഴലാക്കുമായിരുന്നു. സൂര്യനെ നാം അതിൻ്റെ വഴികാട്ടിയാക്കി. അപ്പം നിഴലിന് വഴി കാട്ടാനാണ് സൂര്യൻ വരുന്നത്. പിന്നെ നാം ആ നിഴലിനെ മന്ദം മന്ദം നമ്മിലേക്ക് ചുരുട്ടിക്കൊണ്ടുവരുന്നു. ഇതാണ് മൗദൂദിയുടെ അർത്ഥം. ഇനി മൗദൂദി നൽകുന്ന വ്യാഖ്യാനം നോക്കുക. നാവികരുടെ സാങ്കേതിക ഭാഷയിൽ കപ്പിത്താന്മാർക്ക് വഴികാട്ടുന്നവനെയാണ് ദലീൽ എന്ന് പറയുക. നിഴലിൻ്റെ വികാസ സങ്കോചങ്ങൾ സൂര്യൻ്റെ ഗമനാഗമനങ്ങളെയും ഉദയാസ്തമയങ്ങളെയും പിന്തുടരുന്നു എന്നാണ് സൂര്യനെ നിഴലിൻ്റെ പൈലറ്റാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇരുട്ടോ വെയിലോ അല്ലാതെ പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ് എല്ലായിടത്തും പകൽ മുഴുവൻ വീടുകളിലും ഭിത്തികളുടെ ഉൾവശങ്ങളിലും മരച്ചുവട്ടിലും ഉണ്ടാകുന്ന തണലാണ് നിഴൽ കൊണ്ട് ഉദ്ദേശ്യം. ഇവിടെ ഇബ്നു കസീറും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇവിടെ നിഴൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നതിന് മുമ്പ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ അല്പ വെളിച്ചത്തിൻ്റെ ആ അവസ്ഥയെയാണ് നിഴൽ എന്നതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്നും, അങ്ങനെ കുറച്ച് വെളിച്ചം വന്ന് നമുക്ക് നിഴൽ പോലെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് സൂര്യൻ വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നും, ഈ നിഴൽ സൂര്യൻ്റെ വഴികാട്ടി അല്ലെങ്കിൽ സൂര്യൻ ഈ നിഴലിൻ്റെ വഴികാട്ടിയാണ് എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടെയൊന്നും സൂര്യനും നിഴലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന്
കൃത്യമായി വിശദീകരിക്കാൻ ഈ ദൈവത്തിനോ ദൈവത്തിൻ്റെ ദൂതനോ കഴിഞ്ഞിട്ടില്ല. ഇനി മൗദൂദി വരികൾക്കിടയിൽ വായിക്കുന്ന തമാശ കൂടി വായിക്കാം. നമ്മിലേക്ക് ചുരുട്ടുന്നു എന്നാൽ അദൃശ്യമാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. എന്തുകൊണ്ടെന്നാൽ നശിച്ചു പോകുന്ന ഏതൊരു വസ്തുവും അള്ളാഹുവിങ്കിലേക്ക് മടങ്ങുകയാണ്. എല്ലാ വസ്തുക്കളും അവങ്കൽ നിന്ന് വരുന്നു, അവങ്കലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. ഈ നിഴലും തണലും ഒക്കെ അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് വരികയാണ്, അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോവുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ സൂക്തത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് ബാഹ്യവും മറ്റേത് ആന്തരികവുമാണ്. ബാഹ്യമുഖം പരിഗണിക്കുമ്പോൾ ഇത് അശ്രദ്ധരായ മുശ്രിക്കുകളെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുകയാണ്: നിങ്ങൾ മൃഗങ്ങളെപ്പോലെ ജീവിക്കാതെ ബുദ്ധിയും ബോധവും പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഛായ തന്നെ പ്രവാചകൻ പഠിപ്പിക്കുന്ന തൗഹീദ് സമ്പൂർണ്ണ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ തികച്ചും പര്യാപ്തമാണ്. എങ്ങനെയാണ് ഈ നിഴൽ കണ്ടിട്ട് തൗഹീദ് സത്യമാണെന്ന് ബോധ്യപ്പെടുന്നത്? എനിക്കെത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നിഴൽ ഇനിയിപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം ഏകദൈവമാണ് എന്നതിനോ, ആ ദൈവം അള്ളാഹുവാണ് എന്നതിനോ, ആ ദൈവത്തിന് ഭൂമിയിൽ പാർട്ട്ണർമാരില്ല എന്നതിനോ, ആ ദൈവത്തിന് സഹായികളായി വേറെ ദൈവങ്ങൾ അവിടെ തന്നെ ആകാശത്തില്ല എന്നതിനോ ഒന്നും ഈ നിഴലും വെളിച്ചം ഒരു തെളിവും നൽകുന്നില്ല. എത്ര ദൈവങ്ങളുണ്ടായാലും ഇപ്പോൾ ഈ നിഴലുണ്ടാവാം, വെളിച്ചമുണ്ടാവാം, സൂര്യനുണ്ടാവാം, ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ടാവാം. അതെങ്ങനെയാണ് ഈ തൗഹീദിൻ്റെ തെളിവാവുക? ഇങ്ങനെയാണ് ഈ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ തൗഹീദിൻ്റെ തെളിവാണെന്നാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിൻ്റെ ഏകത്വവും ദൈവത്തിന് പാർട്ട്ണർഷിപ്പില്ല എന്നതിനും ഇവിടെയുള്ള പ്രകൃതിയിൽ കാണുന്ന ഒരു ദൃഷ്ടാന്തവും ഒരു നയാ പൈസയുടെ തെളിവും തരുന്നില്ല എന്നതാണ് വസ്തുത. പക്ഷേ ചുമ്മാ അങ്ങോട്ട് വെച്ച് കാച്ചന്നെ ഇതൊക്കെ തൗഹീദിൻ്റെ തെളിവാണ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ ജീവിതം മുഴുവൻ ഇതേ നിഴലിൻ്റെ വികാസ സങ്കോചങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ശാശ്വതമായ തണലുണ്ടാവുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവനുള്ള സൃഷ്ടികളെന്നല്ല സസ്യങ്ങൾ പോലും ശേഷിക്കുക സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിഴലിൻ്റെ ശാസ്ത്രമൊക്കെ പറഞ്ഞു പോവുകയാണ്. ഇനി വരികൾക്കിടയിൽ വായിച്ച കോമഡി മാത്രം ഞാൻ വായിക്കാം. ഈ പദങ്ങളുടെ വരികൾക്കിടയിൽ സൂക്ഷ്മമായി മറ്റൊരു സംഗതി കൂടി അടങ്ങിയിട്ടുണ്ട്. അതിതാണ്: ആ സന്ദർഭത്തിൽ വ്യാപിച്ചു കിടന്നിരുന്ന കുഫറിൻ്റെയും അജ്ഞതയുടെയും ഛായ അടിയുറപ്പുള്ള ഒരു സ്വതന്ത്ര പ്രതിഭാസമല്ല. സന്മാർഗ സൂര്യൻ മുഹമ്മദിൻ്റെയും ഖുർആൻ്റെയും രൂപത്തിൽ ഉദയം കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ബാഹ്യദർശനത്തിൽ നിഴൽ ദൂരം പരന്നു കിടക്കുന്നുണ്ടെങ്കിലും ഈ സൂര്യൻ മെല്ലെ മെല്ലെ ഉയരുകയും നിഴലുകളെ ചുരുട്ടി അകറ്റുകയും ചെയ്യും. അല്പം ക്ഷമിച്ചിരിക്കണമെന്നേയുള്ളൂ. ദൈവത്തിൻ്റെ നിയമങ്ങൾ ഒരിക്കലും ഒറ്റയടിക്ക് മാറുകയില്ല. പദാർത്ഥ ലോകത്ത് സൂര്യൻ മന്ദം മന്ദം ഉദിക്കുകയും ക്രമേണ നിഴലിനെ അകറ്റുകയും ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ ക്രമാനുഗതമായി തന്നെയാണ് ആദർശധാർമ്മിക ലോകത്ത് സന്മാർഗ സൂര്യൻ്റെ ഉദയവും ദുർമാർഗ നിഴലിൻ്റെ നിരോധനവും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാട് കയറിയിട്ടുള്ള മൗദൂദിയുടെ വ്യാഖ്യാനം കിടക്കുന്നത്. അപ്പോൾ ഈ നിഴൽ നീട്ടണു, നിഴൽ ചുരുക്കണു, അത് ചുറ്റിക്കൊണ്ടു പോകുന്നു എന്നൊക്കെ പറയുന്നത് അത്ര ഒരു സുഖമുള്ള ദൃഷ്ടാന്തം പറച്ചിലല്ല എന്നും ഇതൊക്കെ കേട്ടാൽ കുട്ടികൾ പോലും ചിരിക്കുമെന്നും മൗദൂദിക്ക് മനസ്സിലായപ്പോൾ മൗദൂദി അതിന് വരികൾക്കിടയിൽ നിന്ന് വേറെ വലിയ ഫിലോസഫിക്കലായിട്ടുള്ള അർത്ഥമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളമ്പിയിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ മുഫസ്സിറുകളുടെ ഒരു സൂത്രം. ഏതായാലും ഇതാണ് നിഴൽ എന്ന് പറയുന്ന ദൃഷ്ടാന്തത്തിൻ്റെ കാര്യം. ഇനി നിഴൽ മാത്രമല്ല, ഈ ഖുർആനിൽ ഇതുവരെ ഇപ്പോൾ നമ്മൾ വായിച്ച ദൃഷ്ടാന്തങ്ങളും ഇനി വായിക്കാൻ പോകുന്ന ദൃഷ്ടാന്തങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അവിടെ എവിടെയും തൗഹീദിനൊരു തെളിവുമില്ല എന്ന് മാത്രമല്ല, ഈ ഖുർആൻ ആര് അവതരിപ്പിച്ചതാണ് എന്നതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് ഖുർആനിലെ ദൃഷ്ടാന്തം പറച്ചിലുകളെല്ലാം തന്നെ. കാരണം ഖുർആനിൽ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ വിഡ്ഢിത്തങ്ങളും അന്ധവിശ്വാസങ്ങളും അന്നത്തെ ആ നാട്ടിൽ നിന്ന് മേലോട്ട് നോക്കിയാലും ചുറ്റും നോക്കിയാലും കാണുന്ന ഇല്യൂഷൻസും അയഥാർത്ഥമായിട്ടുള്ള കാഴ്ചകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ആളുകളുടെ തെറ്റായ നിഗമനങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് മണ്ടത്തരങ്ങൾ എന്ന രൂപത്തിൽ തന്നെ ദൃഷ്ടാന്തങ്ങളായി വിവരിച്ചു വച്ചിട്ടുള്ളത്. എത്രയോ മണ്ടത്തരങ്ങൾ നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. രാത്രിയും പകലും ഉണ്ടാവുന്നത് അള്ളാഹു ഊരിക്കൊണ്ടുപോകുന്നത് കൊണ്ടാണ്, അള്ളാഹു പൊതിയുന്നത് കൊണ്ടാണ്, അള്ളാഹു തള്ളിക്കയറ്റുന്നത് കൊണ്ടാണ് എന്ന് പറയല്ലാതെ ഭൂമി ഉരുണ്ടിട്ടാണ്, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്, സൂര്യൻ്റെ വെളിച്ചം കൊണ്ടാണ്, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രാഥമിക അറിവും ഇതിനകത്ത് ഇല്ല. അത് പറഞ്ഞു തരാനുള്ള വിവരം ഇത് അവതരിപ്പിച്ച ആൾക്കുണ്ടായിരുന്നില്ല.
അതുപോലെ തന്നെയാണ് സൂര്യൻ പോയിട്ട് ചളിക്കുണ്ടിൽ മുങ്ങുകയാണ്, വൈകുന്നേരം ആയാലും അവിടെ സുജൂദ് ചെയ്തിട്ട് ചളിക്കുണ്ടിൽ മുങ്ങി അള്ളാൻ്റെ സമ്മതം ചോദിച്ച് പിറ്റേന്ന് ഉദിക്കാൻ വേണ്ടി പോവുകയാണ് തുടങ്ങിയിട്ടുള്ള മണ്ടത്തരങ്ങളൊക്കെ ഈ ഖുർആനിലുണ്ട്. നക്ഷത്രങ്ങൾ പെറുക്കി അള്ളാഹു പിശാചിനെറിയുന്നതാണ് ഉൽക്ക. ഇങ്ങനെയൊക്കെയാണ് ഖുർആനിലെ ദൃഷ്ടാന്തം പറച്ചിലുകൾ പോകുന്നത്. പിന്നെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളായിട്ട് പറയുന്നത് ആ അറബികൾക്ക് അവരുടെ ചുറ്റും കണ്ടിരുന്ന ഒട്ടകങ്ങളെ പാല് നോക്കൂ, നിങ്ങൾ ഇറച്ചിൻ്റെ ഇടയിൽ നിന്നും തീട്ടത്തിൻ്റെ ഇടയിൽ നിന്നും പാല് വരുന്നത് കണ്ടില്ലേ, ഒട്ടകത്തിൻ്റെ തല പൊന്തിച്ച് വെച്ചത് കണ്ടില്ലേ, ആകാശം തൂണില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ തുടങ്ങിയിട്ടുള്ള മണ്ടത്തരങ്ങളാണ് പിന്നെ അതിനകത്തുള്ള ദൃഷ്ടാന്തങ്ങൾ. അപ്പോൾ ഇന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളും ഖുർആൻ പണ്ഡിതന്മാരും ഇസ്ലാമിക പ്രചാരകരും ഇന്ന് ഖുർആനിലെ ദൃഷ്ടാന്തങ്ങളൊന്നും പുറത്തേക്ക് എടുക്കുന്നില്ല. മറിച്ച് ഇപ്പോൾ മൗദൂദി ചെയ്തതുപോലെയുള്ള അഭ്യാസങ്ങൾ കാണിച്ച് വരികൾക്കിടയിൽ നിന്നൊക്കെ പറഞ്ഞ് ഫിലോസഫി പറയുക, അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന ഉണ്ടോ നമ്മുടെ കോശഘടനയുടെ സങ്കീർണത കണ്ടില്ലേ, നമ്മുടെ രക്തധമനികളുടെ നീളം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള പ്രകൃതി വിസ്മയങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് ദൃഷ്ടാന്തം പറയാം. ഇനി എന്തൊക്കെ പ്രകൃതിയിലെ വിസ്മയങ്ങൾ ദൃഷ്ടാന്തമായി പറഞ്ഞാലും അതൊന്നും തന്നെ തൗഹീദിൻ്റെ ദൃഷ്ടാന്തമാവുന്നില്ല. 2 ദൈവങ്ങളുണ്ടായാലും ഇതൊക്കെ നടക്കും. 10 ദൈവങ്ങൾ സൃഷ്ടി നടത്തിയാലും അവരെല്ലാവരും കൂടെ ഒത്തുകളിച്ചിട്ട് ഈ സൃഷ്ടി മര്യാദക്ക് നടത്തുകയാണെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഭൂമിയിലൊരു ദൈവം ആകാശത്ത് വേറൊരു ദൈവം ആയാലും ഈ കാര്യങ്ങളൊക്കെ നടത്താം. ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ഒരു ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് മറ്റേ ആൾ അവിടെ ഇരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു ദൈവമേ ഉള്ളൂ എന്നതിന് എങ്ങനെയാണ് ഇതൊക്കെ തെളിവാകുക? അതുപോലെ തന്നെ ഭൂമിയിൽ അള്ളാഹുവിന് പാർട്ട്ണർമാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മക്കയിലെ പ്രശ്നം. ആ പ്രശ്നത്തിനാണ് മക്കയിലെ ഖുറൈശികൾ മുഹമ്മദിൻ്റെ അടുത്ത് സംശയങ്ങളും അവരുടെ യുക്തി ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ടാണ് മുഹമ്മദ് ഈ പയ്യാരം പറച്ചിലിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ദൃഷ്ടാന്തം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, മക്കയിൽ മുഹമ്മദ് ഖുർആൻ വാക്യങ്ങളായിട്ട് അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം മക്കക്കാർ മുഹമ്മദിൻ്റെ മുമ്പിൽ ഉന്നയിച്ച ഏതെങ്കിലും സംശയത്തിന് മറുപടിയാണോ? ഒരിക്കലും മറുപടി ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ മുഹമ്മദിൻ്റെ ഓരോ ദൃഷ്ടാന്തം പറച്ചിലിന് മുമ്പിലും കൂടുതൽ കൂടുതൽ മുഹമ്മദ് പരിഹസിക്കപ്പെടുകയും ഖുറൈശികൾ മുഹമ്മദിനെ പരിഹസിക്കാൻ അത് ഉപയോഗിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ദൃഷ്ടാന്തം ഇതൊന്നും സാമാന്യ വെളിവോ യുക്തിയോ ഉള്ള ഒരു ദൈവത്തിൻ്റെ അവതരണമല്ല, മറിച്ച് ഉത്തരം മുട്ടിയ മുഹമ്മദ് അവിടെ അവരോട് തൻ്റെ മനസ്സിൽ തോന്നിയ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പുറകുറുക്കുക മാത്രമായിരുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഖുർആനിലെ ദൃഷ്ടാന്തം പറച്ചിലുകൾ എല്ലാം. ഇനി നമുക്ക് അടുത്ത ദൃഷ്ടാന്തത്തിലേക്ക് പോവാം. അവനത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ ഒരു വിശ്രമവും ആക്കി തന്നവൻ, പകലിനെ അവൻ എഴുന്നേൽപ്പ് സമയമാക്കുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ സന്തോഷസൂചകമായി കാറ്റുകളെ അയച്ചതും അവനത്രേ. ആകാശത്തു നിന്ന് ശുദ്ധമായ ജലം നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. നാം സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം കന്നുകാലികൾക്കും മനുഷ്യർക്കും അത് കുടിപ്പിക്കുവാനും വേണ്ടി. ഈ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളൊക്കെ ഇപ്പോൾ അന്നത്തെ അറബികൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം ഇതിലുണ്ടോ? അന്നത്തെ അറബികൾക്ക് ലാത്തെ ഹുസൈൻ ദൈവം അല്ല എന്നതിൻ്റെ തെളിവ് എന്തെങ്കിലും ഇതിലുണ്ടോ? അള്ളാഹു മാത്രമാണ് ദൈവം എന്നതിന് ഇതിലെന്തെങ്കിലും ദൃഷ്ടാന്തമുണ്ടോ? അള്ളാഹു ഉണ്ട് എന്നതിന് പോലും ഇതിലൊരു ദൃഷ്ടാന്തവുമില്ല. ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ തീർത്തും അപ്രസക്തമായിരുന്നു അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ നമ്മളെ സംബന്ധിച്ചും ഇതൊക്കെ അപ്രസക്തമാണ്. ഇതൊന്നും അള്ളാഹു എന്ന് പറയുന്ന ഒരു പ്രത്യേക ദൈവമുണ്ട് എന്നതിനോ ആ ദൈവം ഒറ്റയ്ക്കാണ് എന്നതിനോ ആ ദൈവത്തിന് പാർട്ട്ണർമാരില്ല എന്നതിനോ ഒരു തെളിവും നൽകുന്നില്ല. ഇനി എന്താ ഇവിടെ പറയുന്നത്? രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ വിശ്രമവും ആക്കി തന്നവൻ പകലിനെ എഴുന്നേറ്റ് നടക്കാനുള്ള സമയമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ഇതൊക്കെ പറഞ്ഞാൽ മനുഷ്യന്മാർ ചിരിക്കൂലേ? ഇന്നിപ്പോൾ രാത്രിയും പകലുമൊക്കെ നമ്മുടെ സൗകര്യത്തിനാണ്. നമ്മൾ രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന എത്രയോ മനുഷ്യർ ലോകത്തുണ്ട്. രാത്രി ജീവിക്കുകയും പകൽ ഉറങ്ങുകയും ചെയ്യുന്ന നഗരങ്ങളുണ്ട് ഇന്ന് ലോകത്ത്. ഒരു ലാസ് വേഗാസിലൊക്കെ പോയാൽ നമുക്ക് കാണാം, പകലവിടെ ആ നഗരം ഉറങ്ങുന്നത് കാണാം. രാത്രി നേരം വെളുക്കോളം അവിടെ ആളുകൾ നൈറ്റ് ലൈഫ് അർമാദിക്കുന്നത് കാണാം. അങ്ങനെ എത്രയോ നഗരങ്ങൾ ലോകത്തുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന അള്ളാഹു ദൃഷ്ടാന്തം പറയുന്നതിന് നേരെ വിരുദ്ധമാണ്. ഇതൊക്കെ ഇപ്പോൾ ഇന്ന് നമുക്ക് സാധ്യമാണ്. ഇന്ന് നമുക്ക് രാത്രി പകൽ എന്നുള്ള വ്യത്യാസമൊന്നും ഒരു പ്രശ്നമല്ല. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് ജീവിതം നമ്മുടേതായ രീതിയിൽ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അപ്രസക്തമാണ്. ഇനി ഇവിടെ രാത്രി വസ്ത്രമാണ് എന്ന് പറയുന്നു. എന്താണ് രാത്രി വസ്ത്രമാണെന്ന് പറയാൻ കാരണം മുഹമ്മദ് നബിയുടെ കാലത്ത് സ്ത്രീകൾക്ക് പോലും മര്യാദക്ക് വസ്ത്രമൊന്നും ധരിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ സ്ത്രീകൾ
മലമൂത്ര വിസർജനത്തിന് പുറത്തേക്ക് പോയിരുന്നത് രാത്രി ആയതിനു ശേഷമാണ്. അത് കാരണം ഒരുപാട് ഇടങ്ങേറുകളും ഒരുപാട് ആയത്തുകളും ഒക്കെ ഖുർആനിൽ വന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ കിടക്കുകയാണ്. കാരണം വൈകുന്നേരം ആവാൻ സൂര്യൻ അസ്തമിക്കാൻ കാത്തു നിൽക്കണം സ്ത്രീകൾ പുറത്തു പോയിട്ടൊന്ന് മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ കക്കൂസ് പോവുക ചെയ്യണമെങ്കിൽ. ഇന്നത്തെ പോലെ വീടുകളിൽ കക്കൂസില്ല. വീട്ടിനടുത്തൊരു മറ കെട്ടിയൊരു കക്കൂസ് ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ പോലും അന്നില്ല. അതൊന്നും പറഞ്ഞു കൊടുക്കാൻ അള്ളാഹിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കാരണം അള്ളാഹ്ക്ക് അതിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ മുഹമ്മദ് നബിയുടെ ഭാര്യമാരടക്കമുള്ള സ്ത്രീകൾ രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ ദൂരെയുള്ള പറമ്പിൽ പോയിട്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധിച്ചിരുന്നത്. ആ സമയത്ത് രാത്രി സ്ത്രീകൾ ഇറങ്ങുമെന്ന് കണ്ടിട്ട് ആ സ്ത്രീകളെ ശല്യം ചെയ്യാൻ വേണ്ടി ഉമ്മർ അടക്കമുള്ള അന്നത്തെ സഹാബികൾ അവിടെ കാത്തു നിന്നിരുന്നു എന്നും, അങ്ങനെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെണ്ണുങ്ങളടുത്ത് ചെല്ലുമ്പോൾ ചിലതൊക്കെ മുഹമ്മദ് നബിയുടെ ഭാര്യമാരായതുകൊണ്ട് ഈ പെണ്ണുങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് മുഹമ്മദിൻ്റെ അടുത്ത് ഉമ്മർ തന്നെ വന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദിൻ്റെ ഭാര്യമാർക്ക് പർദ്ദ ധരിക്കാൻ പ്രത്യേക ഓർഡറൊക്കെ അള്ളാഹു ഇറക്കുന്നത്. അപ്പോൾ രാത്രി എങ്ങനെയാണ് വസ്ത്രമാകുന്നത്? രാത്രി ആയാൽ വെളിച്ചം ഉണ്ടാവില്ല, അപ്പോൾ നമ്മുടെ നഗ്നതയൊന്നും കാണില്ല. അപ്പോൾ ആ ഒരു അവസരത്തെ വസ്ത്രമായി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളൊക്കെ പുറത്തേക്ക് മലവിസർജനത്തിന് പോകുന്ന ഒരു കാലത്ത് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് പറഞ്ഞതാണ് ഈ രാത്രി വസ്ത്രമാണ് എന്നത്. ഇന്ന് ആ രാത്രി വസ്ത്രമാണ് എന്ന ദൃഷ്ടാന്തം പറച്ചിൽ നിന്നും ലോകത്ത് യാതൊരു പ്രസക്തിയുമില്ല. ഇതൊക്കെ അന്നത്തെ കഥ അറിയുന്ന ആളുകൾക്ക് വായിച്ച് ചിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പകൽ എഴുന്നേറ്റ് നടക്കാനുള്ള സമയമാക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു. തൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ സന്തോഷ സൂചകമായി കാറ്റുകളെ അയച്ചു, ആകാശത്തുനിന്ന് ശുദ്ധമായ ജലമിറക്കി. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് മുന്നറിയിപ്പായിട്ടാണ് കാറ്റ് വരിക. മഴ വരുന്നത് ആകാശത്തു നിന്നാണ്. ഇതൊക്കെ അന്നത്തെ അറബികൾ കണ്ടിരുന്ന കാഴ്ചകളാണ്. ആകാശത്തു നിന്നല്ല മഴ പെയ്യുന്നത്, മണ്ടത്തരമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ സമാ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. 7 ആകാശങ്ങളുണ്ട്, അതിലെ 1ാമത്തെ ആകാശത്താണ് നക്ഷത്രങ്ങൾ പറ്റിച്ച് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്ന അതേ ഖുർആനിൽ അതേ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആകാശത്തു നിന്ന് ഇങ്ങോട്ട് ഇറക്കുകയാണ് വെള്ളം എന്നാണ്. ഇതന്നെയാണ് ബൈബിളിലും പറഞ്ഞിട്ടുള്ളത്. കാരണം ബൈബിളിലെ കഥയനുസരിച്ച് വെള്ളത്തിൻ്റെ നടുവിലൊരു വിധാനം വെച്ചിട്ട് ആ വിധാനം പൊന്തിക്കുകയാണ് ഇത്. അപ്പോൾ പകുതി വെള്ളം മുകളിലേക്ക് പോയി, ആകാശത്തിൻ്റെ മുകളിലേക്ക്. ആ വെള്ളം കുറേശ്ശെ അവിടുന്ന് വാതിൽ തുറന്ന് താഴേക്ക് ചാടിക്കുന്നതാണ് മഴ എന്നാണ് പണ്ടുള്ളവർ ബാബിലോണിയക്കാരൊക്കെ വിശ്വസിച്ചിരുന്നത്. ആ വിശ്വാസം അനുസരിച്ചാണ് ബൈബിളിലെ കഥ, സൃഷ്ടിക്കഥയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കഥ തന്നെയാണ് ഖുർആൻ കോപ്പി അടിച്ചിട്ടുള്ളത്. ആ കഥ അനുസരിച്ച് ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്ന് അവിടുന്ന് അള്ളാഹു വെള്ളം താഴേക്കൊഴിക്കുന്നതാണ് മഴ എന്ന് 6ാം നൂറ്റാണ്ടിലെ അറബികൾ വിശ്വസിച്ചിരുന്നു, മുഹമ്മദ് വിശ്വസിച്ചിരുന്നു. അതനുസരിച്ചാണ് ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ഇറക്കുന്നു എന്ന നുണ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ വിമാനത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ വിമാനത്തിൻ്റെ താഴെ ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക് മഴ പെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാം. ഭൂമിയിൽ നിന്നാണ് മഴ പെയ്യുന്നത്. എന്താണ് ഭൂമിയിൽ നിന്ന് മഴ പെയ്യുന്നു എന്ന് പറയാൻ കാരണം? അന്തരീക്ഷ വായു എന്ന് പറയുന്നതും കൂടെ ഉൾപ്പെടുന്നതാണ് ഭൂമി. ഭൂമിയുടെ തന്നെ ഒരു ഭാഗമാണ്, ഭൂമിയിലുള്ള വസ്തുക്കളാണ് അന്തരീക്ഷ വായു എന്ന് പറയുന്നത്. ആ അന്തരീക്ഷ വായുവിൽ നിന്നാണ് മഴ പെയ്യുന്നത്. വളരെ കുറച്ച് ഉയരത്തിൽ നിന്നാണ് മഴ പെയ്യുന്നത്. വിമാനം പറക്കുന്ന ഉയരത്തിൽ നിന്ന് പോലും അല്ല. വിമാനത്തിൽ മഴ കാണാൻ പറ്റില്ല നമുക്ക്. കാരണം എന്താണ്? വിമാനം മഴയൊക്കെ ഉണ്ടാകുന്ന മഴക്കാറൊക്കെ ഉണ്ടാകുന്നതിൻ്റെ എത്രയോ മുകളിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. താഴേക്ക് നോക്കിയാൽ കാണാം മഴക്കാർ ഇങ്ങനെ പഞ്ഞി പോലെ മൂടി നിൽക്കുന്നത്. അവിടെ മഴ പെയ്യുന്നതും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അന്നത്തെ വിവരക്കേടാണ്. ആകാശത്തു നിന്നല്ല മഴ പെയ്യുന്നത്, ഭൂമിയിൽ നിന്നാണ് മഴ പെയ്യുന്നത്. ഭൂമിയിലെ മഴ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് അള്ളാഹുവിനും റസൂലിനും അറിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പോയാൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. അത്രേ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. നാം സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം കന്നുകാലികൾക്കും മനുഷ്യർക്കും അത് കുടിപ്പിക്കുവാനും വേണ്ടി ഓക്കെ, അതൊക്കെ ശരിയാണ്. അതൊന്നും തൗഹീദിൻ്റെ തെളിവല്ല. അതൊന്നും മക്കയിലെ ഖുറൈശികൾക്ക് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുമല്ല. ഇത്രയേ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ അവതരിപ്പിച്ചത്, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ പറയുന്നത്, ഒരു പ്രയോജനവുമില്ലാത്ത ഈ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നത് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയ വിഷയദാരിദ്ര്യം അനുഭവിക്കുന്ന മുഹമ്മദിൻ്റെ മനസ്സിൻ്റെ തുറന്ന ജൽപ്പനങ്ങൾ മാത്രമാണ് എന്നാണ് ഇത് ദൃഷ്ടാന്തീകരിക്കുന്നത്. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അടുത്ത വാക്യം, അവർ ആലോചിച്ച് മനസ്സിലാക്കേണ്ടതിനായി
അത് അവർക്കിടയിൽ നാം വിതരണം ചെയ്തിരിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മഴവെള്ളം. എന്നാൽ മനുഷ്യരിൽ അധിക പേർക്കും നന്ദികേട് കാണിക്കുവാനല്ലാതെ മനസ്സ് വന്നില്ല. ഇപ്പം ഈ മഴവെള്ളം താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ മഴവെള്ളം ഭൂമിയിൽ മനുഷ്യന്മാർക്ക് കിട്ടുന്ന രീതിയിലൊക്കെ വിതരണം ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കാനും എന്നിട്ട് നന്ദി കാണിക്കാനും വേണ്ടിയാണ് എന്നാണ് ഇവിടെ ദൃഷ്ടാന്തം പറയുന്നത്. എന്താലോചിച്ച് മനസ്സിലാക്കാനപ്പോൾ അതിലുള്ളത്? ആലോചിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം എല്ലാവർക്കും കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്രം ആലോചിച്ചാൽ പോരല്ലോ. ഈ ഭൂമിയിൽ എത്രയോ സ്ഥലങ്ങളിൽ ആവശ്യത്തിലേറെ മഴ പെയ്ത് കഷ്ടപ്പാടുണ്ടാക്കുന്നു. നദീതീരങ്ങളിലെല്ലാം വെള്ളപ്പൊക്കമുണ്ടായി കഷ്ടപ്പാടുണ്ടാകുന്നു. ഇപ്പോൾ കേരളത്തിലൊക്കെ തന്നെ നമുക്കറിയാം, 5-6 മാസം ഇവിടെ മഴ പെയ്യും. അങ്ങനെ മഴ പെയ്ത് അനാവശ്യമായിട്ട് അമിതമായിട്ട് മഴ പെയ്തിട്ടുണ്ടാകുന്ന കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ നമ്മൾ കുറച്ചു കാലമായിട്ട് അനുഭവിക്കുന്നത്. എന്നാൽ അതേ സമയത്തും രാജസ്ഥാനിലെ മരുഭൂമിയിലോ സൗദി അറേബ്യയിലെ മരുഭൂമിയിലോ ഒന്നും മനുഷ്യന്മാർക്ക് കുടിക്കാൻ പോലും ആവശ്യത്തിന് വെള്ളം മഴയായിട്ട് പെയ്യുന്നില്ല. സൗദി അറേബ്യയിൽ ഇന്ന് അറബികൾ ജീവിക്കുന്നത് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് കടൽ വെള്ളം ശേഖരിച്ച് അത് ശുദ്ധീകരിച്ച് ഉപ്പൊക്കെ കളഞ്ഞ് ശുദ്ധീകരിച്ച് വളരെയധികം പണം ചെലവഴിച്ചിട്ടാണ് ഇന്ന് കുടിവെള്ള വിതരണം നടത്തുന്നത് അവിടെ. അപ്പോൾ ഈ പറയുന്നതനുസരിച്ച് നന്ദി കാണിക്കാൻ മാത്രം അള്ളാഹു ഇതൊക്കെ തുല്യമായി വിതരണം ചെയ്യുന്നതൊക്കെ പറയുന്നത് ഭൂമിയിൽ നടപ്പുള്ള കാര്യമല്ല. നേരെ മറിച്ച് എവിടെയാണോ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ വെള്ളം കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അലയുകയായിരുന്നു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യർ. ആ അലച്ചിലാണ് മനുഷ്യൻ ലോകത്തിൻ്റെ നാനാഭാഗത്ത് എത്തിപ്പെട്ടത്. എവിടെയാണോ കൃഷി ചെയ്യാനും ജീവിക്കാനും പറ്റുന്ന വെള്ളം കിട്ടുന്ന വലിയ ആപത്തുണ്ടാവാത്ത പ്രദേശങ്ങൾ എന്നുള്ള മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യർ നഗരങ്ങളും മറ്റും പണിത് പല രാജ്യങ്ങളിലും എത്തിപ്പെട്ടത്, പല ഭൂഖണ്ഡങ്ങളിലും എത്തിപ്പെട്ടത്. അങ്ങനെ അവരുടെ ആവാസ വ്യവസ്ഥ കണ്ടുപിടിച്ചത്. എന്നിട്ടും എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് കൃത്യമായി ആവശ്യത്തിന് വെള്ളം കിട്ടുകയോ അല്ലെങ്കിൽ ആവശ്യത്തിലധികം വെള്ളം വന്ന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിതരണമൊന്നും ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ നടക്കുന്നില്ല എന്നർത്ഥം. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ നാട്ടിലും ഓരോ താക്കീതുകാരനെ നാം നിയോഗിക്കുമായിരുന്നു. അതിനാൽ സത്യനിഷേധികളെ നീ അനുസരിച്ചു പോകരുത്. ഇതുകൊണ്ട് നീ അവരോട് വലിയൊരു സമരം നടത്തിക്കൊള്ളുക. ഇവിടെ മക്കക്കാർ മുഹമ്മദിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ വീണ്ടും ഒഴിവുകഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ആഹ്വാനം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാ നാട്ടിലും ഓരോ താക്കീതുകാരനെ ഞാൻ ഇറക്കും എന്നൊക്കെ നേരത്തെ മുഹമ്മദ് തന്നെ പറഞ്ഞ ആയത്തുകളുണ്ട്. എല്ലാ കാലത്തും എല്ലാ നാട്ടിൽക്കും എല്ലാ ഭാഷയിലും ഞാൻ താക്കീതുകാരനെ ഇറക്കും പതിവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഞാൻ എല്ലാ നാട്ടിലേക്കൊന്നും താക്കീതുകാരനെ ഇറക്കുന്നില്ല, ഒരു താക്കീതുകാരനുമായിട്ട് മുഹമ്മദിനെ മാത്രം ഇറക്കിയിരിക്കുന്നു എന്നാണ്. അതിന് പറയുന്ന ന്യായമാകട്ടെ ആസ് എ വാർണർ ഫോർ യുവർ റിവാർഡ് ടു ബി എ ഗ്രേറ്റ് വൺ. അപ്പോൾ മുഹമ്മദിന് ഒരു വലിയ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് മുഹമ്മദിനെ ലോകത്തെ എല്ലായിടത്തുമുള്ള ഒരു താക്കീതുകാരനാക്കിയാണ് മാറ്റി എന്നാണ് ഇവിടെ ന്യായം പറയുന്നത്. അത് തന്നെ ഒരുപാട് മണ്ടത്തരങ്ങൾ അടങ്ങുന്നതാണ്. കാരണം മുഹമ്മദിനെ അറേബ്യയിൽ ഒരു താക്കീതുകാരനാക്കിയിട്ട് ഈ അറബി ഭാഷ അറിയാത്ത അറേബ്യ രാജ്യവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ ആ കാലത്ത് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇത് മനസ്സിലാക്കിയിട്ട് ഈ മതത്തിൽ ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനും കൂട്ടർക്കും വാളെടുത്ത് വെട്ടേണ്ടി വന്നു. അങ്ങനെ വാള് വീശിക്കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ട് വലിയൊരു അക്രമത്തിൻ്റെ മതമാക്കിയൊക്കെ ഇതിനെ മാറ്റേണ്ടി വന്നു. എന്താണ് അതിൻ്റെയൊക്കെ ആവശ്യം? മുഹമ്മദ് വലിയ ആളാവണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചെങ്കിൽ ആ ആഗ്രഹം തന്നെ തെറ്റല്ലേ? ഇതിനങ്ങനെ മുഹമ്മദിനെ വലിയ ആളാക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദിനെ മാത്രം ഒരു മൂലക്കെ കൊണ്ടുപോയിട്ട് ഒരു പ്രാദേശിക ഭാഷയിൽ വെളിപാടും കൊടുത്തിട്ട് ഒരു പ്രാദേശിക വെളിച്ചപ്പാടിനെ ലോകത്തിൻ്റെ മുഴുവൻ വെളിച്ചപ്പാടാക്കി മാറ്റേണ്ട വല്ല ആവശ്യവും ദൈവത്തിനുണ്ടോ? നീതിമാനാണ് ദൈവമെങ്കിൽ എല്ലാ നാട്ടിലും അവരവരുടെ ഭാഷയിൽ അവരവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കുറേ താക്കീതുകാരെ അങ്ങോട്ട് അയച്ചാൽ പോരെ? അതല്ലെങ്കിൽ ഈ താക്കീതുകാരെ ഒന്നും അയക്കാതെ തന്നെ എത്രയോ നല്ല ടെക്നോളജികൾ ഇപ്പോൾ ഇന്നത്തെയൊക്കെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ദൈവത്തിന് അറിയുമായിരുന്നെങ്കിൽ ദൈവം ഈ പ്രവാചകന്മാരെയും പോസ്റ്റ്മാനെയും ഒന്നും അയക്കേണ്ട ആവശ്യമേ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ദൈവത്തിന് ഈ ടെക്നോളജി ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഈ പഴയ രീതിയിൽ അഞ്ചൽക്കാരെയും പോസ്റ്റ്മാന്മാരെയും എഴുത്തും മെസ്സേജും ഒക്കെ കൊടുത്തയച്ചിട്ട് ഇങ്ങനെ ഇടങ്ങേറാവേണ്ടി വന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരെ അക്രമങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ കഷ്ടപ്പെടുത്തുന്ന ഒരു ദുരന്ത കഥയായിട്ട് ഈ മതം മാറി എന്നുള്ളതാണ്.
അതിനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ദൈവത്തിന്. ദൈവം നീതിമാനാണെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള അളവിൽ വെള്ളം കൊടുക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും ആവശ്യമായ അളവിൽ ഈ താക്കീതും ഈ മുന്നറിയിപ്പും ഒക്കെ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത് മുഹമ്മദിനെന്തോ വലിയ ആളാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ കാഫറുകളെ നീ അനുസരിച്ച് പോകരുത്, ഇതുകൊണ്ട് നീ അവർക്ക് വലിയൊരു സമരം നടത്തിക്കൊള്ളുക. ഇവിടെ ഇത് എന്ന് പറഞ്ഞത് ഖുർആനാണ് എന്നാണ് വ്യാഖ്യാനം. പക്ഷേ ഖുർആൻ കൊണ്ടല്ല മുഹമ്മദ് സമരം ചെയ്തത്, മുഹമ്മദ് പിന്നെ വാള് കൊണ്ടാണ് സമരം ചെയ്തത് എന്ന് നമ്മളൊക്കെ കണ്ടതാണ്. അടുത്ത ദൃഷ്ടാന്തം പറച്ചിൽ, 2 ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടവനാകുന്നു അവൻ. ഒന്ന് സ്വച്ഛമായ ശുദ്ധജലം, മറ്റൊന്ന് അരോചകമായി തോന്നുന്ന ഉപ്പുവെള്ളം. അവ രണ്ടിനുമിടയിൽ ഒരു മറയും ശക്തിയായ ഒരു തടസ്സവും അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സുന്നി തഫ്സീറിലെ അർത്ഥം ഞാൻ വായിക്കാം. അവൻ 2 സമുദ്രങ്ങളെ കൂട്ടിച്ചേർത്തവനാണ്. വ്യത്യാസം നോക്കുക. അവൻ 2 സമുദ്രങ്ങളെ കൂട്ടിച്ചേർത്തവനാണ്. അവയിൽ ഒന്ന് നല്ല സ്വച്ഛജലം, മറ്റേത് കയ്പുള്ള ഉപ്പുവെള്ളം. അവ രണ്ടിനുമിടയിൽ അവൻ ശക്തിയായി ഒരു മറയും ഭദ്രമായ ഒരു തടസ്സവും ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ മറജൽ ബഹ്റൈനി എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 ബഹറുകൾ എന്നാണ്. ബഹർ എന്ന് പറഞ്ഞാൽ സമുദ്രം എന്ന അർത്ഥമുണ്ട്, ജലാശയം എന്ന അർത്ഥമുണ്ട്. നമ്മുടെ അമാനി തഫ്സീറിലും മറ്റും ജലാശയം എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇബ്നു കസീറൊക്കെ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം ഈ 2 ജലാശയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലുള്ള ശുദ്ധജലാശയങ്ങളും ഭൂമിയിലുള്ള സമുദ്രങ്ങളും, ഇതിനെ രണ്ടിനെയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് വ്യാഖ്യാനം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള മറ എന്താണ്? അതിൻ്റെ ഇടയിലുള്ള മറ കരഭാഗങ്ങളാണ്. ഇപ്പോൾ ഭൂമിയിൽ ശുദ്ധജല തടാകങ്ങളുണ്ട്, നദികളുണ്ട്, കുളങ്ങളുണ്ട്, കിണറുകളുണ്ട്, അങ്ങനെയുള്ള പല ജലാശയങ്ങളുമുണ്ട്. അതേസമയത്ത് സമുദ്രങ്ങളിൽ ഉപ്പുവെള്ളമുണ്ട്. ഇത് രണ്ടും കൂടി കലരാതെ അതിൻ്റെ രണ്ടിലും മറയായിട്ട് വർത്തിക്കുന്നത് കരഭാഗത്തുള്ള മണ്ണും കരയുമാണ്. അങ്ങനെ കരയിലൂടെ ഈ വെള്ളം ഫിൽട്ടർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാതെ മറയായിട്ട് ഈ കര വർത്തിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ 2 ജലാശയങ്ങൾ ശുദ്ധജലവും അശുദ്ധജലവും പരസ്പരം കൂടിക്കലരാതെ അള്ളാഹു മറ കെട്ടി നിർത്തിയിരിക്കുന്നു എന്ന ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് പഴയ കാലത്തെ തഫ്സീറുകളിലെല്ലാം വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ളത്. ഇബ്നു കസീറിൻ്റെ വ്യാഖ്യാനം ഞാൻ വായിക്കാം. ദ സ്വീറ്റ് വാട്ടർ ഈസ് ലൈക്ക് ദാറ്റ് ഇൻ റിവേഴ്സ്, സ്പ്രിങ്സ് ആൻഡ് വെൽസ്, വിച്ച് ഈസ് ഫ്രഷ്, സ്വീറ്റ്, palatable വാട്ടർ. ദിസ് വാസ് ദ വ്യൂ ഓഫ് ഇബ്നു ജുറൈ ആൻഡ് ഇബ്നു ജരീർ. അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സ്വീറ്റ് വാട്ടർ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, മധുരമുള്ള വെള്ളം എന്നാണ്. അതിനെയാണ് സ്വച്ഛമായ വെള്ളം എന്നാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. കാരണം വെള്ളത്തിന് മധുരം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം, പക്ഷേ അത് അങ്ങനെ ഒരു പ്രയോഗമാണ്. ഉപ്പുവെള്ളം അപ്പുറത്തുണ്ട്, ഇത് രണ്ടും കൂടി കലരാതെ നിൽക്കുന്നു. അതൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം ഭൂമിയിൽ തന്നെയാണല്ലോ ഈ 2 ജലാശയങ്ങളും ഉള്ളത്. എന്നിട്ടും അവിടെ ചെറിയൊരു കരയുടെ ഒരു തടസ്സം കൊണ്ട് മാത്രം ഈ ശുദ്ധജലത്തിലെ ഉപ്പിലേക്ക് ഉപ്പ് കലരുന്നില്ല, അതുപോലെ ആ ഉപ്പുവെള്ളം ശുദ്ധജലമാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അത്ഭുതമായിട്ട് പറയുന്നത്. ഞാൻ ഇതിനെ ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം, ഈ ആയത്തിനെ നമ്മളെ സിന്താനി പ്രോജക്റ്റുകാർ പിടികൂടിയിട്ടുണ്ട്. എന്നിട്ട് ആധുനിക ശാസ്ത്രം കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതിനകത്ത് തരികിട കാണിച്ചു. അവരവിടെ പറഞ്ഞതെന്താണ്, ഇവിടെ 2 സമുദ്രങ്ങൾ എന്ന് പറഞ്ഞത് കരയിലുള്ള ശുദ്ധജലാശയങ്ങളും മറ്റേ കടലും അല്ല, മറിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ 2 കടലുകൾ തന്നെ പരസ്പരം ചേരാതെ നിൽക്കുന്നത് കാണാം. ആ 2 വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവരെ നോക്കിയാൽ തന്നെ ചില അഴിമുഖങ്ങളിൽ, ചില 2 കടലുകൾ ചേരുന്ന ചില കടലിടുക്കുകളിലും അതുപോലെ വലിയ നദികൾ കടലിലേക്ക് വന്ന് ചേരുന്നിടത്തൊക്കെ ഈ അഴിമുഖങ്ങളിൽ കടൽ വെള്ളവും ഇപ്പുറത്തുനിന്ന് വരുന്ന മറ്റേ വെള്ളവും കൂടിക്കലരാതെ ഇങ്ങനെ രണ്ടും ഒരു അതിർത്തി പോലെ കാണപ്പെടുന്നുണ്ട്. ഇത് ഭൂമിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രതിഭാസമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുനിന്നൊരു ശാസ്ത്രം മെനഞ്ഞു. എന്നാൽ മെനഞ്ഞ ശാസ്ത്രം ശുദ്ധ പണ്ടത്തരാണ്. അത് ഇവർക്ക് മനസ്സിലായില്ല. ഇവരെ വിചാരം ഈ 2 വെള്ളവും ഇങ്ങനെ കൂടിക്കളരാതെ അതിൻ്റെ 2ൻ്റെ നടുവിൽ അള്ളാഹു കെട്ടിയ ഒരു അദൃശ്യ മറ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണ്. എന്നാൽ ഈ അഴിമുഖങ്ങളിലൊന്നും, അല്ലെങ്കിൽ ഈ 2 വ്യത്യസ്ത ഡെൻസിറ്റിയുള്ള 2 വെള്ളം കൂടിച്ചേരുന്ന ഇത്തരം പ്രദേശങ്ങളിലൊന്നും ഇവിടെ മറ കെട്ടിയിട്ട് 2ഉം വേറിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്.
പിന്നെ എന്തുകൊണ്ടാണ് അത് വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്? അത് തോന്നാൻ കാരണം ഈ ഡെൻസിറ്റി കൂടിയ വെള്ളവും ഡെൻസിറ്റി കുറഞ്ഞ വെള്ളവും തമ്മിൽ ഇതുപോലെ അഴിമുഖങ്ങളിൽ വന്ന് കൂട്ടിമുട്ടുമ്പോൾ അവ പരസ്പരം വളരെ പെട്ടെന്ന് ഇഴുകിച്ചേരാൻ പറ്റാത്ത ഒരു ഘടനയാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതിൻ്റെ തന്മാത്രാ ഘടന അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഉപ്പുവെള്ളം പോലുള്ള അതിസാന്ദ്രതയുള്ള വെള്ളത്തിലേക്ക് സാന്ദ്രത കുറഞ്ഞ വെള്ളം കയറുമ്പോൾ ഈ തന്മാത്രകൾ തമ്മിൽ കൂടിച്ചേരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഈ വെള്ളം തമ്മിൽ കൂടിച്ചേരുന്നതിന് കുറച്ച് ഡിലേ വരും, കുറച്ച് താമസം വരുന്നുണ്ട്. ആ താമസം വരുന്നത് കൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടാൽ ഈ രണ്ട് വെള്ളവും കൂടി ചേരാതെ ഇങ്ങനെ ഒരു മറ കെട്ടി നിൽക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. അത് നമ്മുടെ തോന്നൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ രണ്ട് വെള്ളവും അവിടെ കൂടിച്ചേരുന്നുണ്ട്. കൂടിച്ചേരുന്നത് കൊണ്ടാണ് ഈ ഒഴുകി വരുന്ന ശുദ്ധജലത്തിൻ്റെ അളവ് പിന്നെ ഈ പുഴയിൽ മാത്രമായിട്ട് പൊങ്ങുന്നില്ല. അവിടെ ജലവിധാനം തുല്യമായിട്ട് നിൽക്കുകയാണ്. കാരണം ആ വരുന്ന വെള്ളം എല്ലാം കടലിലേക്ക് അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് അലിയാത്തത് കൊണ്ട് ഇത് രണ്ടും വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അവിടെ ഈ മറ കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതും ഇത് രണ്ടും കൂടിച്ചേരുന്നില്ല എന്ന് പറഞ്ഞതും ഒക്കെ എന്തോ വലിയ സമുദ്രശാസ്ത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒപ്പിച്ചെടുത്തിട്ട് സമുദ്രശാസ്ത്രം മെനഞ്ഞെടുക്കേണ്ടായി. പക്ഷേ ഇന്ന് ആ സമുദ്രശാസ്ത്രമൊക്കെ ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. അപ്പോഴാണ് ആഴക്കടലിലെ ഇരുട്ടും കൊണ്ടൊക്കെ വരുന്നത്. ഇതും നമ്മൾ കണ്ട കോമഡിയാണ്. അടുത്ത വാക്യം: അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനും ആക്കുകയും ചെയ്തിരിക്കുന്നത്. നിന്റെ രക്ഷിതാവ് കഴിവുള്ളവനാവുന്നു. എന്താപ്പോൾ അതിൽ ഇത്ര വലിയ കഴിവ്? എന്താണ് ഇപ്പോൾ അതിൽ ഇത്ര വലിയ ദൃഷ്ടാന്തമുള്ളത്? ഇവിടെ മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ വെള്ളം ഏതാണ് എന്ന് ഇബ്നു കസീർ ഇതാ പറയുന്നു. എന്താണ് വെള്ളം? വീക്ക് നുത്തുഫ എന്ന് പറഞ്ഞാൽ ശുക്ലത്തുള്ളി എന്നാണ് അർത്ഥം. ഖുർആനിൽ പലയിടത്തും മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യം പറയുന്നിടത്തൊക്കെ മാ എന്നാണ് പറഞ്ഞത്. ഹുലിഖമിൻ മാ ഉൻ ദാഫിഖുൻ യഖ്റുജൂമിൻ ബൈന സുൽബി വ തറായിബ്. നട്ടലിൻ്റെയും വാര്യലിൻ്റെയും ഇടയിൽ നിന്ന് തെറിച്ച് വീറുന്ന വെള്ളം എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ആ വെള്ളത്തിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ വെള്ളത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും വെള്ളത്തിൽ നിന്നാണ് ജന്തുക്കളെല്ലാം ഉണ്ടായിട്ടുള്ളത്, ജീവികളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ബൈബിളിൽ സകല സാധനം വെള്ളത്തിൽ നിന്നുണ്ടായി എന്നുള്ള കഥയാണ് ഖുർആൻ കോപ്പിയടിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിലാണ് വെള്ളത്തിൽ നിന്ന് ജീവനുണ്ടായി, വെള്ളത്തിൽ നിന്ന് മനുഷ്യനുണ്ടായി തുടങ്ങിയിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെയും ശാസ്ത്രം എങ്ങനെയെങ്കിലും മെനഞ്ഞുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കി സിന്ധാനി പ്രോജക്റ്റുകാർ കുറേ ഉരുണ്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അള്ളാഹുവിന് പുറമേ അവർക്ക് ഉപകാരമുണ്ടാക്കുകയോ ഉപദ്രവമുണ്ടാക്കുകയോ ചെയ്യാത്തതിനെ അവർ ആരാധിക്കുന്നു. സത്യനിഷേധി തൻ്റെ രക്ഷിതാവിനെതിരെ ദുശക്തികൾക്ക് പിന്തുണ നൽകുന്നവനായിരിക്കുന്നു. പയ്യരം പറയണം, ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ആരാധന വേറെ ആരാണ്ടൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കുകയാണ് അള്ളാഹു. അബൂജഹലാണ് ഇതിൻ്റെയൊക്കെ ആൾ. ഇവിടെ ഇബ്നു അബ്ബാസിൻ്റെയൊക്കെ തഫ്സീറിൽ ഇതെല്ലാം അബൂജഹലിനുള്ള മറുപടിയാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിന് പുറമേ ലാത്തേനെ ഹുസൈനും മനാത്തേനെയൊക്കെ അവരെ ആരാധിക്കുന്നു, അവരെ പിന്തുണക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പയ്യാരം പറച്ചിലാണ്. അത് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു, ഒരു സന്തോഷ വാർത്തക്കാരനായിക്കൊണ്ടും താക്കീതുകാരനായിക്കൊണ്ടുമല്ലാതെ നിന്നെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ നീ ബേജാറാവൊന്നും വേണ്ട, അവരൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ അവരെന്നും വിശ്വസിപ്പിക്കാൻ ആദ്യമേ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞു. അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത്. നിനക്ക് വരെ താക്കീത് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ, നീ ബേജാറാവണ്ട, ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന പറ്റില്ല. അതായത് നിരാശയുടെ ഒരു വാക്യം, നിരാശയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പായാരം പറച്ചിലായിട്ട് വീണ്ടും അവിടെ പറഞ്ഞു പോവുകയാണ്. പറയുക, ഞാൻ ഇതിൻ്റെ പേരിൽ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. വല്ലവനും നിൻ്റെ രക്ഷിതാവിങ്കലേക്കുള്ള മാർഗം സ്വീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. ഇത് പുതിയൊരടവ് പ്രയോഗിക്കുകയാണ്. എന്താ പറയുന്നത്? ഞാൻ നിങ്ങളോട് പൈസ ഒന്നും ചോദിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പ്രതിഫലമൊന്നും ചോദിക്കുന്നില്ലല്ലോ, ഞാനിങ്ങനെ സൗജന്യമായിട്ടല്ലേ പറയുന്നത്, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ആത്മാർത്ഥതയെ വിശ്വസിച്ചൂടെ എന്നാണ് ഇവിടെ നിഷ്കളങ്കമായിട്ട് മുഹമ്മദ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ മുഹമ്മദിനോട് ചോദിക്കാൻ അള്ളാഹു പറയുന്നതായിട്ട് പറയുന്നത്. പക്ഷേ ഇതൊക്കെ മക്കത്ത് ഈ പരിപ്പ് വേവാത്ത സമയത്ത് മാത്രമേ ഉള്ളൂ. പരിപ്പ് വേകുന്നൊരവസ്ഥ മദീനയിൽ വന്നപ്പോൾ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഫീസ് അടക്കണം എന്ന് വരെ പറഞ്ഞ് ആയത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ കഥ നമ്മൾ ഇതേ വാക്യം മുമ്പ് ഒരിക്കൽ ആവർത്തിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്നവർ ഫീസ് തരണം എന്ന് വരെ പറഞ്ഞിട്ട് ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാക്കി മാറ്റുകയും പിന്നീട് ഈ മതം വിശ്വസിക്കാത്ത ഗോത്രങ്ങളെ മുഴുവൻ പോയി കൊള്ളയടിച്ച് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ
വാരിക്കൂട്ടി കൊണ്ടുവന്നിട്ട് അവരുടെ സ്വത്തുക്കളെല്ലാം, അവർ അവിശ്വാസികളായതുകൊണ്ട് അവരുടെ സ്വത്തുക്കളെല്ലാം അള്ളാഹു നിനക്ക് തന്നതാണ് എന്ന് പറഞ്ഞ് സ്വത്തുക്കൾ വാരിക്കൂട്ടാനും അന്യരെ കൊള്ളയടിക്കാനും വരെ ഈ വിശ്വാസത്തെയും ഈ ദൈവത്തിനെയും ഉപയോഗിച്ച ആളാണ് മുഹമ്മദ്. ആ മുഹമ്മദ് മക്കയിൽ വലിയ ശുദ്ധ മനസ്കനായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പൈസ ഒന്നും ചോദിക്കുന്നില്ലല്ലോ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ എന്നുള്ളത്. ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്ന അവനെ നീ ഭാരമേൽപ്പിക്കുക, അവനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക. തൻ്റെ ദാസന്മാരുടെ പാപങ്ങളെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനായിട്ട് അവൻ തന്നെ മതി. ഒരു ദൈവം നോക്ക് പറയണത്, എന്നെ സ്തുതിക്കൂ, എന്നെ പ്രകീർത്തിക്കൂ എന്ന് ദൈവം തന്നെ നേരിട്ട് പറയണം. അപ്പോൾ ഒരു ദൈവത്തിന്, സർവശക്തനും സർവജ്ഞാനിയും മറ്റവനുമൊക്കെ ആയിട്ടുള്ള ഒരു ദൈവത്തിന് തൻ്റെ സൃഷ്ടികൾ തന്നെ ഒന്ന് സ്തുതിച്ച് കിട്ടാൻ വേണ്ടി, തന്നെ ഒന്ന് പ്രകീർത്തിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നാലെ ഇങ്ങനെ പയരം പറഞ്ഞ് നടക്കേണ്ട ഗതികേടുണ്ടോ? എന്നിട്ട് അവസാനം നിങ്ങൾ എന്നെ ഒന്ന് സ്തുതിക്കേ, നിങ്ങൾ എന്നെ ഒന്ന് ആരാധിക്കേ, നിങ്ങൾ എന്നെ ഒന്ന് പ്രകീർത്തിക്കേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കേണ്ടൊക്കെ കാര്യമുണ്ടോ? ഇതൊക്കെ എന്തൊരു ഗതികേടാണ്, ഇതൊക്കെ എന്തിൻ്റെ ദൃഷ്ടാന്തമാണ്? ഇതൊക്കെ അന്നത്തെ വിവരമില്ലാത്ത മനുഷ്യൻ്റെ ഓരോരോ വികലമായ ഭാവനയാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. അല്ലാതെ ഒരിക്കലും ഒരു തൗഹീദിൻ്റെയോ അല്ലെങ്കിൽ ഒരു ദൈവികതയുടെയോ ദൃഷ്ടാന്തം ഇതിനകത്തൊന്നും ഇല്ല. ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ ഒന്നും അനുസരിക്കേണ്ട എന്ന് പറഞ്ഞത് അബൂ താലിബിനെയും ഖദീജയും ഒന്നും അനുസരിക്കേണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദിന് അബൂ താലിബിനോട് ബഹുമാനം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, ഖദീജയെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ മതി എന്ന് മുഹമ്മദ് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ചിന്തയ്ക്ക് പകരമായിട്ട് അവരൊന്നല്ല അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഒരു സ്വന്തം മനസ്സിൽ കുറ്റബോധം തീർക്കുന്ന ഒരു പരിപാടിയാണ്. ഇനിയും ദൃഷ്ടാന്തം പറച്ചിൽ തുടരുകയാണ്. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ചവനത്രേ അവൻ, എന്നിട്ട് അവൻ സിംഹാസനസ്ഥനായിരിക്കുന്നു, പരമകാരുണികനത്രേ അവൻ. ആകയാൽ ഇതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനോട് തന്നെ ചോദിക്കുക. അപ്പോൾ അള്ളാഹു പറഞ്ഞിട്ട് പോരാത്തിന് കാര്യങ്ങളൊക്കെ സൂക്ഷ്മജ്ഞാനമുള്ളവരോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് ചോദിക്കാനാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ ഈ 6 ദിവസം കൊണ്ടുണ്ടാക്കി എന്ന് പറഞ്ഞതിന് ഇബ്നു അബ്ബാസ് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. The length of each day was 1000 years of the days that you count presently. നമ്മൾ ഇന്ന് എണ്ണുന്ന 1000 കൊല്ലങ്ങൾക്ക് തുല്യമായിരുന്നു അള്ളാഹുവിൻ്റെ ആ 6 ദിവസങ്ങളിൽ ഓരോ ദിവസം. The first day was Sunday and the last day was Friday. അപ്പോൾ അള്ളാഹു സൃഷ്ടി നടത്തുമ്പോൾ അവിടെ മനോരമ കലണ്ടറൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. സൺഡേ മൺഡേ ഒക്കെ രേഖപ്പെടുത്തിയ കലണ്ടറൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്നർത്ഥം. ഇതിലും വലിയൊരു കോമഡി എന്താണുള്ളത്? ഇതൊക്കെയാണ് ഈ പടച്ചോൻ്റെ കിതാബിലുള്ള ദൃഷ്ടാന്തങ്ങൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ സൺഡേ മൺഡേ ഒക്കെ എന്നാ ഉണ്ടായത് എന്നൊക്കെ ചരിത്രബോധമുള്ള കുട്ടികൾക്ക് വരെ ഇന്ന് അറിയാം. അതൊന്നും അള്ളാഹുവിനറിയാത്തത് അള്ളാഹു സ്കൂളിൽ പോകാത്തതിൻ്റെ കുഴപ്പമാണ്. പരമകാരുണികന് നിങ്ങൾ പ്രമാണം ചെയ്യുക എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, എന്താണ് ഈ പരമകാരുണികൻ? നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതിന് ഞങ്ങൾ പ്രമാണം ചെയ്യുകയോ? അങ്ങനെ അത് അവരുടെ അകൽച്ച വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ മുഹമ്മദിന് ഈ റഹ്മാൻ റഹീം എന്നുള്ള പ്രയോഗം അള്ളാഹുവിൻ്റെ വിശേഷണമായിട്ട് മക്കയിൽ പറഞ്ഞപ്പോൾ മക്കക്കാർ അതിനെ കളിയാക്കിയെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. കാരണം അവർക്ക് അങ്ങനെ ദൈവങ്ങളുടെ പേരിൻ്റെ കൂടെ ഈ റഹ്മാൻ റഹീം എന്നുള്ള പ്രയോഗം പതിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുഹമ്മദ് ഇത് പറഞ്ഞപ്പോൾ അവർ ആരാണ് ഈ റഹ്മാൻ? ഞങ്ങൾക്കറിയുന്നൊരു റഹ്മാൻ മറ്റേ മുസൈലിമത്ത് മാത്രമുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദിനെ കളിയാക്കി. ആ കളിയാക്കിയതിനുള്ള മറുപടിയാണിത്. മറുപടിയിൽ എന്താ ഉള്ളത്? പരമകാരുണികൻ നിങ്ങൾ പ്രമാണം ചെയ്യുക എന്ന് അവരോട് പറയപ്പെട്ടപ്പോൾ അവർ പറയും, എന്താണ് ഈ പരമകാരുണികൻ? നീ ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങൾ പ്രമാണം ചെയ്യുകയോ? അങ്ങനെ അത് അവരുടെ അകൽച്ച വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. എന്താ ഇപ്പോൾ ഇതിൽ മറുപടി ഉള്ളത്? അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഇതിലുള്ളത്? ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് ഇത് വായിച്ചാൽ എന്താ മനസ്സിലാവുക? ഖുറൈശികൾ എന്തോ പറഞ്ഞു, ആ പറഞ്ഞത് ഇവിടെ കോട്ട് ചെയ്ത് വെച്ചു, അല്ലാതെ ഒരു മറുപടിയില്ല, അതിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യാനുള്ളൊരു വാചകമില്ല, ഒന്നുമില്ല. അവർ പറഞ്ഞു, ഇത് ഇവിടെയും പറഞ്ഞു, അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആകാശത്ത് രാശിമണ്ഡലങ്ങൾ ഉണ്ടാക്കിയ അള്ളാഹു മേന്മയേറിയവനാകുന്നു. അവൻ അതിൽ സൂര്യനെയും പ്രകാശം നൽകുന്ന ചന്ദ്രനെയും ഉണ്ടാക്കി. ഇവിടെ രാശി മണ്ഡലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുകയാണ്. ഈ രാശി മണ്ഡലങ്ങളൊക്കെ നമ്മളുടെ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചില പ്രത്യേക മാനദണ്ഡങ്ങളനുസരിച്ച് നമ്മളുടെ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിഭാവനം ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും ആകാശത്ത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളല്ല.
അതിൽ സൂര്യനെയും പ്രകാശം നൽകുന്ന ചന്ദ്രനെയും ഉണ്ടാക്കിയിരിക്കുന്നു. പ്രകാശം നൽകുന്ന ചന്ദ്രൻ എന്താണ്? കമറം മുനീറ എന്നാണ് പറഞ്ഞത്. അതും തെറ്റാണ്. ചന്ദ്രന് പ്രകാശം നൽകാനുള്ള കഴിവൊന്നുമില്ല. സൂര്യൻ്റെ പ്രകാശമാണ് ചന്ദ്രനിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. അത് അള്ളാഹുവിനെ അറിയാത്തതിന് അള്ളാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മുഹമ്മദ് സ്കൂളിൽ പോയിട്ടില്ല. ചിന്തിക്കുവാനോ നന്ദി പ്രകടിപ്പിക്കുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി രാവിനെയും പകലിനെയും മാറി വന്നുകൊണ്ടിരിക്കുന്നതാക്കിയതും അവൻ തന്നെയാണ്. രാവിനെയും പകലിനെയും മാറി മാറി വരുന്നതാക്കിയവൻ എന്ന് പറയല്ലാതെ എന്തുകൊണ്ടാണത് മാറി വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന് ഒരു വിവരവുമില്ല എന്നത് ചിന്തിക്കുന്നവർക്ക് ഒരു നല്ല ദൃഷ്ടാന്തം തന്നെയാണ്. കരുണാനിധിയായ അള്ളാഹുവിൻ്റെ അടിമകൾ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരും തങ്ങളെ അജ്ഞന്മാർ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതായാൽ സമാധാനപരമായ വാക്ക് പറയുന്നവരും തങ്ങളുടെ രക്ഷിതാവിന് നമസ്കരിക്കുന്നവരുമായി രാത്രി കഴിച്ചുകൂട്ടുന്നവരുമാണ്. രാത്രി മുഴുവൻ നിസ്കരിക്കാൻ പറഞ്ഞ ആദ്യകാലത്ത് ഇറങ്ങിയ ആയത്താണിത്. പിന്നെ രാത്രികാലം മുഴുവൻ നിസ്കരിച്ചിട്ട് സഹാബികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അവർ പരാതി പറഞ്ഞപ്പോൾ അള്ളാഹു അത് തിരുത്തി. അത് വേറെ കഥ വരുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന ചില സതുപദേശങ്ങൾ പോലെയുള്ള വാക്യങ്ങൾ ഈ മക്കയിലെ പായ്യാരം പറച്ചിലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ വാക്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആ വാക്യങ്ങളിൽ ചിലതിൻ്റെയൊക്കെ സബബുൻ നുസൂൽ അഥവാ അവതരണ പശ്ചാത്തലം വാഹിദി തഫ്സീറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സതുപദേശം പറയുന്ന വാക്യങ്ങളൊന്നും മക്കയിൽ അവതരിപ്പിച്ചതാവാൻ സാധ്യതയില്ല. അതൊക്കെ മദീനയിൽ വന്നതിന് ശേഷം ഓരോരോ ആൾക്കാർ ഓരോരോ കാര്യങ്ങളിൽ അഭിപ്രായവും സംശയമൊക്കെ ആയിട്ട് വന്നപ്പോൾ അവരോട് പറഞ്ഞതാണ് എന്നാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം വിവരിക്കുന്ന തഫ്സീറുകളിലൊക്കെ കാണുന്നത്. ഇതാണ് ഖുർആൻ്റെ മറ്റൊരു സവിശേഷത. ഒന്ന്, മക്കയിലെ പായ്യാരം പറച്ചിലിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ മദീനയിൽ ഇറങ്ങിയിട്ടുള്ള ആയത്തുകളും കൂടിക്കലർന്നിട്ടുണ്ടാവാം. തിരിച്ച് മദീനയിൽ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മക്കയിലെ പായ്യാരം പറച്ചിലും കൂടിയിട്ടുണ്ടാവാം. അങ്ങനെ കൂടിക്കലർന്നാണ് പല അധ്യായങ്ങളും കിടക്കുന്നത്. പക്ഷേ മക്ക സൂറത്ത് മദീന സൂറത്ത് എന്ന് വേർതിരിച്ചപ്പോൾ ഇങ്ങനെ അത് മക്കയിലാണെന്നും മദീനയിലാണെന്നും തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഞങ്ങളുടെ രക്ഷിതാവേ, നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ ഒഴിവാക്കി തരണമേ. നിശ്ചയമായും അതിൻ്റെ ശിക്ഷ നിത്യമാണ്. വളരെ ചീത്തയായ വാസസ്ഥലവും വാർപ്പിടവും തന്നെയാണ് എന്ന് പ്രാർത്ഥിക്കുന്നവരുമാണ് ആര്? കരുണാനിധിയായ അള്ളാഹുവിൻ്റെ അടിമകൾ, വിനയത്തോടെ നടക്കുന്നവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുമൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ അള്ളാഹുവിൻ്റെ ശരിയായ അടിമകളുടെ ലക്ഷണങ്ങൾ വിവരിക്കുകയാണ്. ചെലവ് ചെയ്യുമ്പോൾ അമിതമാക്കുകയോ പിശുക്ക് കാട്ടുകയോ ചെയ്യാതെ രണ്ടിനും ഇടക്കുള്ള മിതമായ നില സ്വീകരിക്കുന്നവരുമാണവർ. അതൊക്കെ നല്ല കാര്യമാണ്. എന്തായാലും അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹിനോട് പ്രാർത്ഥിക്കാത്തവരും ന്യായമായ അവകാശമില്ലാതെ അള്ളാഹു നിരോധിച്ച ഒരു ദേഹത്തെ കൊലപ്പെടുത്താത്തവരും വ്യഭിചരിക്കാത്തവരുമാണവർ. ഈ കാര്യങ്ങൾ വല്ലവനും ചെയ്താൽ അതിൻ്റെ ശിക്ഷ അവൻ കണ്ടെത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരുടെ ലക്ഷണമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ വായിച്ച വാക്യങ്ങളെല്ലാം അവതരിച്ചത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് എന്ന് വാഹിദി തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഹു സെഡ്, I asked the messenger of Allah, what is the greatest sin? He said, it is to ascribe an equal to Allah when it is Him who has created you. I asked, what comes after that? He said, it is to kill your child for fear that he might compete with you over food. I asked, what comes after that? He said, it is to commit adultery with the wife of your neighbor. Allah then revealed these verses to confirm his answers. അപ്പോൾ ഈ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് വന്ന് ചോദിച്ചതാണ് എന്താണ് ഏറ്റവും വലിയ പാപം. അപ്പോൾ ആദ്യം പറഞ്ഞു ശിർക്കാണ് ഏറ്റവും വലിയ പാപം. രണ്ടാമത് വീണ്ടും ചോദിച്ചു പിന്നെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ദാരിദ്ര്യം ഭയന്നിട്ട് മക്കളെ കൊല്ലുന്നതാണ് രണ്ടാമത്തെ പാപം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പാപം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയൽക്കാരൻ്റെ ഭാര്യയെ വ്യഭിചരിക്കലാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യം ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ആ പറഞ്ഞതിനെ അള്ളാഹു ആയത്തായിട്ട് ഇറക്കിയതാണ്. അങ്ങനെ ഇബ്നു മസ്ഊദിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് മുഹമ്മദ് പറഞ്ഞതിനെ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം മുഹമ്മദ് പറഞ്ഞത് അള്ളാഹുമായിട്ട് കൺസൾട്ട് ചെയ്യാതെയും ജിബ്രീൽ ആയത്ത് കൊണ്ടുവരാതെയാണ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതേ കാര്യം അള്ളാഹു ഒന്നാണ്ട് ഉറപ്പിച്ച് ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ
ഇതിൻ്റെ സാഹചര്യം പറയുന്നിടത്ത്, ഈ കൊല്ലുന്ന കാര്യം പറയുന്നിടത്ത് കൊല്ലപ്പെടേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് അവരൊഴിച്ചുള്ളവരെ കൊല്ലുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നു കസീർ വിശദീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് എറിഞ്ഞു കൊല്ലൽ പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലാം, പിന്നെ മുർത്തദ്ദുകളെ കൊല്ലാം, പിന്നെ റിട്ടാലിയേഷൻ അതായത് പ്രതിക്രിയ എന്നുള്ള നിലക്ക് കൊല്ലാം. അപ്പോൾ 3 തരത്തിലുള്ള കൊല അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. അതല്ലാത്ത കൊല ചെയ്യുന്നതാണ് പാപം എന്നാണ് ഇബ്നു കസീർ വിശദീകരിച്ചിട്ടുള്ളത്. 1, വ്യഭിചാരം ചെയ്തവനെ എറിഞ്ഞു കൊല്ലാം. 2, മതം വിട്ടവനെ കൊല്ലാം. 3, പ്രതിക്രിയ എന്ന നിലക്ക് കൊല്ലാം. ഇപ്പം നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പകരം പോയിട്ട് കൊല്ലാം. ഈ 3 കൊല്ലൽ വെച്ച് ബാക്കി ആണ് പാപം എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. ന്യായമായ അവകാശമില്ലാതെ അള്ളാഹു വിരോധിച്ച ഒരു ദേഹത്തെ കൊലപ്പെടുത്താത്തവരും വ്യഭിചരിക്കാത്തവരുമാണ് അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാർ. അതായത് പുനരുത്ഥാന ദിനത്തിൽ അവന് ശിക്ഷ ഇരട്ടിച്ചു നൽകപ്പെടും. ഇതൊക്കെ ലംഘിക്കുന്നവർക്ക് അതിൽ അവൻ നിന്ദ്യനായി എന്നെന്നും താമസിക്കുന്നതാണ്. നരകം പറഞ്ഞ് പേടിപ്പിക്കുക. പക്ഷേ വല്ലവനും പശ്ചാത്തപിച്ച് മടങ്ങുകയും സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതായാൽ അവരുടെ തിന്മകൾക്ക് അള്ളാഹു നന്മകളെ പകരമാക്കുന്നതാകുന്നു. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. വല്ലവനും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ നിശ്ചയമായും അവൻ അള്ളാഹുവിങ്കിലേക്ക് തൃപ്തികരമായ നിലക്ക് മടങ്ങുന്നവനുമാകുന്നു. ഇപ്പം എന്ത് പാപം ചെയ്താലും ബേജാറാവൊന്നും വേണ്ട. അള്ളാഹു മഹാകാരുണ്യവാനായതുകൊണ്ട് എല്ലാം പുറത്തു തരും എന്നാണ്. അവർ അസത്യത്തിനു സന്നിഹിതരാവാത്തവരും വല്ല അനാവശ്യങ്ങളുടെയും അടുത്തുകൂടി പോയാൽ അവർ മാന്യന്മാരായി നടന്നു പോകുന്നതും ആണ്. തങ്ങളുടെ രക്ഷിതാവിൻ്റെ ഖുർആൻ വാക്യങ്ങൾ കൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ അതിൽ അശ്രദ്ധയും അവഗണനയും കാണിക്കാത്തവരുമാണവർ. അതാണ് നല്ല മനുഷ്യന്മാരുടെ ഒരു ലക്ഷണം. ഖുർആനും ഓതി കേൾപ്പിക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ പോകുന്നവന് മോശക്കാരനാണ് എന്നർത്ഥം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിലും സന്താനങ്ങളിലും നിന്ന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ, നീ ഞങ്ങളെ ഭക്തന്മാർക്ക് മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുമാണ്. അള്ളാഹു ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മളെ ഭാര്യേനെയും മക്കളെയൊക്കെ നോക്കുള്ളൂ എന്നാണ് അള്ളാഹു എന്നെ നമ്മളോട് പറയുന്നത്. നോക്കണേ അള്ളാഹു എത്ര കാരുണ്യവാനാണെന്ന്. അള്ളാഹുവിനോട് അങ്ങോട്ടും ഇങ്ങനെ നിലവിളിയും കൂടി പ്രാർത്ഥിച്ച് അള്ളാഹുവിനങ്ങനെ പ്രകീർത്തിച്ച് സ്തുതിച്ച് നിസ്കരിച്ച് ആരാധിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തു കൊടുക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് യാതൊരു ഗുണം കിട്ടില്ല എന്നാണ്. ബുദ്ധിമുട്ടുകളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ക്ഷമിച്ച കാരണത്താൽ അവർക്ക് ഉന്നതമായ സ്വർഗം പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അഭിവാദ്യത്തോടും സമാധാന സന്ദേശത്തോടും കൂടി അവരെ അവിടെ എതിരേൽക്കപ്പെടുന്നതാകുന്നു. അവിടെ അവർ ശാശ്വതവാസികളാണ്. അത് താമസിക്കുവാനും വിശ്രമിക്കുവാനും എത്ര നല്ല സ്ഥലം. പറയുക, നിങ്ങളുടെ ഇബാദത്ത് ഉണ്ടാവാത്ത പക്ഷം എൻ്റെ രക്ഷിതാവ് നിങ്ങളെ വകവയ്ക്കുന്നതല്ല. എന്നാൽ നിങ്ങൾ സത്യത്തെ കളവാക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പിന്നീട് അതിൻ്റെ ശിക്ഷ അനിവാര്യമായിരിക്കുന്നതാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഇബാദത്ത് ഉണ്ടാവാത്ത പക്ഷം, നിങ്ങളുടെ ആരാധന ഉണ്ടാവാത്ത പക്ഷം എൻ്റെ രക്ഷിതാവ് നിങ്ങളെ വകവയ്ക്കുന്നതല്ല. ഈ പറഞ്ഞത് നല്ലൊരു ദൃഷ്ടാന്തമാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. എന്താണ് ദൃഷ്ടാന്തം? അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്ക് മാത്രമേ ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ഗുണങ്ങളും ഒക്കെ കിട്ടുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ തന്നെയാണ് പ്രവാചകൻ അതിന് വിശദീകരണം കൊടുത്തിട്ടുള്ളതും. നമുക്കറിയാം, അന്നും ഇന്നും ലോകത്ത് ഈ മുസ്ലിം വിശ്വാസികളല്ലാത്ത ആളുകളാണ് ഭൂരിപക്ഷം. മുസ്ലിങ്ങൾ ഇപ്പോഴും കുറച്ചേ ഉള്ളൂ ലോകത്താകെ ജനസംഖ്യ എടുക്കുമ്പോൾ. ബാക്കിയുള്ളവരൊന്നും ഇത് വിശ്വസിക്കാത്ത ആൾക്കാരാണ്. ആ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹത്തിന് കുറവുണ്ടോ? ഈ വിശ്വസിക്കുന്നവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നുണ്ടോ? ഈ ഭൂമിയിലോ പ്രകൃതിയിലോ അങ്ങനെ യാതൊരു ദൃഷ്ടാന്തവും നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഇവിടെ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിതരണം നടക്കുന്നു. അതിൽ നമ്മൾ ഓരോ സ്ഥലത്തും ജീവിക്കുന്ന ആളുകൾ അവർക്ക് ലഭ്യമായിട്ടുള്ളതൊക്കെ അനുസരിച്ച് അവർ ജീവിക്കുന്നു. അവിടെ ഏത് ദൈവത്തിനെ ആരാധിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുഗ്രഹങ്ങളും നിഗ്രഹങ്ങളും വിതരണം ചെയ്യുന്ന ഒരു പ്രകൃതിയെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല.
പ്രകൃതിയിലൊരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എല്ലാ വിശ്വാസികളും പെടുന്നു, ഒരു വിശ്വാസമില്ലാത്തവരും പെടുന്നു, നിരപരാധികളായ കുട്ടികൾ പെടുന്നു, കന്നുകാലികൾ പെടുന്നു, മൃഗങ്ങൾ പെടുന്നു, എല്ലാവരും പെടുന്നു. അതല്ലാതെ അവിടെ ഇന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റിയൊരു പ്രത്യേക പ്രിവിലേജ് ഒന്നും എവിടെയും ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിൽ അങ്ങനെ, ഇപ്പോൾ മഴ പെയ്യുന്നിടത്ത് വിശ്വാസിയുടെ വീട്ടിൽ പോയി മഴ പെയ്യുക, വിശ്വാസിയുടെ കിണറ്റിൽ മാത്രം വെള്ളം വരിക, അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേ മാതിരിയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചാലേ രക്ഷ കിട്ടുകയുള്ളൂ എന്നതിന് ഈ മക്കക്കാരുടെ മുമ്പിൽ ഈ ഓതി കേൾപ്പിച്ച ഒരു ഖുർആൻ വാക്യവും ഒരു തെളിവും നൽകുന്നില്ല. ഇന്നത്തെ പോലെ തന്നെയായിരുന്നു അന്നും. ഈ മക്കക്കാരായ ആളുകൾ മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ച ഒരു നിർദ്ദേശം, വളരെ ശ്രദ്ധേയമായൊരു നിർദ്ദേശം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്, മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്താണ് നിർദ്ദേശം? താങ്കൾ പറയുന്നത് പോലെ അള്ളാഹു മാത്രമേ പ്രാർത്ഥന കേട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ദൈവം ഉള്ളൂ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങളെല്ലാവരും ഒരു കൊല്ലം അള്ളാഹുവിനെ താങ്കളുടെ കൂടെ ഇരുന്ന് ആരാധിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലം, അതല്ലെങ്കിൽ വേണ്ട ഒരു മാസം ഞങ്ങളുടെ ദൈവങ്ങളെയും അള്ളാഹുവിനെയും കൂടെ ചേർത്ത്, ലാത്തെ ഉസ്സെ മനാത്തി അള്ളാഹുവിനെയും കൂടെ ചേർത്ത് നമ്മൾ പാരമ്പര്യമായി തുടർന്ന് വന്നതുപോലെയുള്ള ആരാധന നടത്താം. എന്നിട്ട് ഈ എല്ലാ ദൈവങ്ങളെയും കൂടെ ആരാധിച്ച ആ ഒരു മാസത്തിലാണോ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ഈ ഒരു കൊല്ലത്തിലാണോ നമുക്ക് ഏറ്റവും ഗുണം കിട്ടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം, പരീക്ഷിക്കാം. അതിനനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. മുഹമ്മദിൻ്റെ മുമ്പിൽ മക്കക്കാർ വെച്ച യുക്തിപരമായ നിർദ്ദേശമായിരുന്നത്. ആ നിർദ്ദേശത്തിൻ്റെ മുമ്പിൽ വെള്ളം കുടിച്ച് ബബ്ബബ അടിച്ച് അവരെ ചീത്തയും പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് മുഹമ്മദ് ചെയ്തത്. അങ്ങനെ അവർ ചോദിക്കാൻ എന്താ കാരണം? ഈ പറയുന്ന ന്യായങ്ങളെല്ലാം പൊട്ട ന്യായങ്ങളാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. കാരണം ഈ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചാലേ കാര്യങ്ങളൊക്കെ നേരെയാവുള്ളൂ എന്ന് മറ്റു ദൈവങ്ങളെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേരെ ആയിക്കൊണ്ടിരുന്ന സമൂഹത്തോടാണ് പറയുന്നത്. അവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അവരുടെ ലാത്തയെയും ഉസയെയും പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതിലപ്പുറം എന്തെങ്കിലും ഗുണം അള്ളാഹുവിനെ പ്രാർത്ഥിച്ചാൽ കിട്ടുമെങ്കിൽ അവർ പറഞ്ഞ പരീക്ഷണത്തിന് മുഹമ്മദ് തയ്യാറാവേണ്ടതായിരുന്നു. അത് തയ്യാറാവുകയല്ല ചെയ്തത്. മറിച്ച് അവർ ഏത് ദൈവത്തിനെ പ്രാർത്ഥിച്ചാലും കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ അവർക്കും കിട്ടിയിരുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കിട്ടിയിരുന്നു. ഇന്നും അത് തന്നെയാണ് സ്ഥിതി. അതല്ലാതെ ഏതെങ്കിലും ഒരു ദൈവം ആ ദൈവത്തിനെ ആരാധിക്കുന്നവർക്ക് മാത്രമായിട്ട് ഒരുക്കി വെച്ച ഒരു സംഗതിയും ഇവിടെ ഇല്ല എന്ന് കൃത്യമായി ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധ്യപ്പെട്ട ഒരു സമൂഹത്തോട് ഈ മാതിരി ദൃഷ്ടാന്തം പറച്ചിലുകൾ എന്തിൻ്റെ ദൃഷ്ടാന്തമാണ്? ഈ പറയുന്നത് ഈ യാതൊരു യുക്തിയുമില്ലാത്ത ഒരു വിശ്വാസം ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ്. ഇതിനകത്തൊന്നും ഒരു ദൈവീകതയുമില്ല, ഒരു യുക്തിയുമില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് ഖുർആനിലെ മുഴുവൻ ദൃഷ്ടാന്തം പറച്ചിലുകളും. വളരെ വളരെ ബാലിശമായ പരിഹാസ്യമായ ദൃഷ്ടാന്തങ്ങളാണ് ഖുർആനിലൂടെ നീളം പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ കൊച്ചുകുട്ടികൾ പോലും കേട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് ഖുർആനിലെ ദൃഷ്ടാന്തങ്ങളൊന്നും എടുക്കാതെ പുതിയ പുതിയ ദൃഷ്ടാന്തങ്ങൾ, ശാസ്ത്രത്തിൻ്റെ വിജ്ഞാന രംഗത്തു നിന്നൊക്കെയുള്ള അത്ഭുതകരമായ വിസ്മയകരമായ വിവരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്ന് അവിടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കണ്ടെത്തിയ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയൊക്കെ പറഞ്ഞിട്ടും മനുഷ്യൻ്റെ കോശഘടനയുടെ സങ്കീർണതയൊക്കെ പറഞ്ഞിട്ടും ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇവരൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെ ദൃഷ്ടാന്തം പറഞ്ഞാലും ഒരു സൃഷ്ടാവുണ്ട് എന്നതിനോ ഉള്ള സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ എന്നതിനോ ആ സൃഷ്ടാവ് ഈ അറബിയിൽ പറയുന്ന അള്ളാഹു ആണ് എന്നതിനോ ഈ അള്ളാഹുവിന് വേറെ പാർട്ട്ണർമാരില്ല എന്നതിനോ ഈ പറയുന്ന ഒരു ദൃഷ്ടാന്തവും ഒരു നയാ പൈസയുടെ തെളിവും നൽകുന്നില്ല എന്നാണ് ഈ അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്. മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.